ഓക്കെ, അപ്പം നമ്മൾ കോംപ്രഹെൻഷൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ്, അതായത് മാത്സ് പാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ നോക്കുമ്പം ടോട്ടൽ ഒരു 51 ക്വസ്റ്റ്യൻസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് പാർട്ട് എന്ന് ചോദിച്ചത്. അപ്പോൾ അത് നമുക്ക് 51 ക്വസ്റ്റ്യൻസ് ഒന്നിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് 2 വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്, നമ്മുടെ ടോട്ടൽ സൊല്യൂഷൻസിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കോംപ്രഹെൻഷൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് പോയിട്ട് കാണുക. ശരി, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ 2024 ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടഫറായിട്ടാണ് വന്നത്, എസ്പെഷ്യലി ക്വാണ്ടിറ്റേറ്റീവ് പാർട്ട്. ക്വാണ്ടിറ്റേറ്റീവ് പാർട്ടിലെ പല ക്വസ്റ്റ്യൻസും കുറച്ച് നല്ല ഡീപ്പറായിട്ട് തിങ്ക് ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടിയിരുന്നത്, എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ എഗെയിൻ നിങ്ങൾ ഓർക്കേണ്ടത്, ഇതിൽ ഒരുപാട് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എക്സാം ഹാളിൽ നമുക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതൊന്നും നിങ്ങൾ പോയിട്ട് എക്സാം ഹാളിൽ ചെയ്യാതിരിക്കേണ്ട ക്വസ്റ്റ്യൻസും കൂടിയാണ്. അതായത് ഭയങ്കര വലിയ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുക, ഈവൻ നിങ്ങൾക്ക് കുറേ ടൈം എടുത്ത് ആൻസർ കിട്ടിയാലും. അപ്പോൾ നമ്മളെപ്പോഴും എക്സാം ഹാൾ അപ്രോച്ചിൽ നമ്മൾ പറയുന്നത് എന്താ, നിങ്ങൾ കറക്റ്റ് പിക്ക് ചെയ്ത് ചെയ്യണം. നിങ്ങൾ ഈസി ക്വസ്റ്റ്യൻസ് മാത്രം പിക്ക് ചെയ്ത് ആദ്യം കംപ്ലീറ്റ് ചെയ്യണം. അതിന് ശേഷം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് അഗെയിൻ ഞാൻ സെറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എടുത്തത്, അപ്പോൾ അതിൻ്റെ ഓർഡറിലായിരിക്കും ഈ മാത്സ് പാർട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് 5th ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ സെറ്റ് ചെയ്യിലെ 5th ക്വസ്റ്റ്യൻ ആണ്. എ നാച്ചുറൽ നമ്പർ n is such that it can be expressed as n is equal to p plus q plus r, where p, q, r are distinct factors of n. അപ്പോൾ പിയും ക്യൂവും ആറും എന്താണ്? ഫാക്ടേഴ്സ് ആണ്, എന്നിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, ഡിഫറെൻ്റ് ആയിട്ടുള്ള. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഈ എസ്പെഷ്യലി ഈ കൊല്ലത്തെ പേപ്പറിൽ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ വാക്ക് പലപ്പോഴായിട്ട് UPSC ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും പല ക്വസ്റ്റ്യനിലും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം, ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ വാക്ക്. അപ്പോൾ പിയും ക്യൂവും ആറും ഡിഫറെൻ്റ് ആണ്, ആൻഡ് എന്നിൻ്റെ ഫാക്ടേഴ്സ് ആണ് പിയും ക്യൂ ആർ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പം 3 എന്ന് പറഞ്ഞൊരു നമ്പർ ഞാൻ എടുത്തു. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? വേറെ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം 3 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 1ഉം 3ഉം 3ൻ്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ എന്തായാലും എന്താണ് വേണ്ടത്? നമുക്ക് 3 ഫാക്ടേഴ്സ് എങ്കിലും വേണം മിനിമം n എന്ന് പറഞ്ഞ നമ്പറിന്. അപ്പോൾ ഏറ്റവും ചെറിയ n ഏതാണ് എന്നൊന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം 1 എന്തായാലും വരില്ല, 2 പ്രൈമാണ്, പ്രൈം നമ്പേഴ്സിന് 2 ഫാക്ടേഴ്സേ ഉണ്ടാവുള്ളൂ. 3 വരില്ല. 4 വരുമോ? 4 ഒന്ന് ചെയ്ത് നോക്കിയേ. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണേൽ 1 × 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 × 2 എന്ന് എഴുതാം. അപ്പോൾ 1ഉം 2ഉം 4ഉം ആണ് 4ൻ്റെ ഫാക്ടേഴ്സ്, 3 ഫാക്ടേഴ്സാണ്. 1 + 2 + 4 എന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 1 + 2 3, 3 + 4 7 ആയി മാറും. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് 4 എന്നുള്ള രീതിയിൽ കിട്ടില്ല അല്ലേ? അപ്പോൾ എന്തായാലും 4 വരില്ല. 5 എന്തായാലും വരില്ല, കാരണം 5 എന്താണ്? പ്രൈം നമ്പറാണ്. അപ്പോൾ 2 ഫാക്ടറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 6 ഒന്ന് നോക്കാം. 6ൻ്റെ ഫാക്ടേഴ്സ്, 6ന് എങ്ങനെയൊക്കെ നമുക്ക് എഴുതാം? 1 × 6 എന്ന് എഴുതാം, 2 × 3 എന്ന് എഴുതാം. ഈ 2 രീതിയിലും എഴുതാം. അപ്പോൾ 6ന് 4 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, ഇതിൽ ഏതെങ്കിലും 3 ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 തന്നെ കിട്ടുന്നുണ്ടോ? കിട്ടുമല്ലോ. നിങ്ങൾ നോക്കിയേ, 6 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 + 2 + 3 എന്ന് എഴുതാൻ പറ്റും. 1 + 2 + 3. 1 6ൻ്റെ ഫാക്ടറാണ്, 2 6ൻ്റെ ഫാക്ടറാണ്, 3ഉം 6ൻ്റെ ഫാക്ടറാണ്. അപ്പോൾ 6 = 1 + 3, 1 + 2 + 3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 6 ഒരു പോസിബിലിറ്റിയാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച്, ഇനി ഏതൊക്കെയായിരിക്കും വരിക എന്ന്. ഇനി ഏതൊക്കെ നമ്പേഴ്സാണ് ഇങ്ങനെ 3 എണ്ണം ആഡ് ചെയ്താൽ, അതിൻ്റെ 3 ഫാക്ടേഴ്സ് ആഡ് ചെയ്താൽ അതേ നമ്പർ തന്നെ വരുന്നത് എന്ന് ചോദിക്കുമ്പം, ഞാനിപ്പം ചുമ്മാ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്. ഞാൻ ഈ സൈഡിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചു. ഈ സൈഡിലും ഞാനപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണല്ലോ? 6 = 1 2 3 അതൊരു ഇക്വേഷനാണ്. ഞാൻ 2 സൈഡിലും 2 വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ എന്തായി മാറിയത്? 12 = 2 + 4 + 6 എന്നാവും അല്ലേ? എല്ലാം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ആക്ച്വലി നിങ്ങളൊരു കാര്യം നോക്കിയേ, 12ൻ്റെ ഫാക്ടർ അല്ലേ 2? 2 എന്ന് പറഞ്ഞാൽ 12ൻ്റെ ഫാക്ടറാണ്. 4 എന്ന് പറഞ്ഞാൽ 12ൻ്റെ ഫാക്ടറാണ്. 6 എന്ന് പറഞ്ഞാൽ 12ൻ്റെ ഫാക്ടറാണ്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ 6നെ ഇങ്ങനെ ഇപ്പം ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഞാൻ ഇതൊന്ന് 3 വെച്ചായിരുന്നു മൾട്ടിപ്ലൈ ചെയ്ത്, എന്തായി മാറും? 6 × 3 18 = 3 + 6 + 9 എന്നാവും. എഗെയിൻ നിങ്ങൾ നോക്കിയേ, 18ൻ്റെ ഫാക്ടേഴ്സാണ് 3ഉം 6ഉം 9ഉം. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആയിട്ട് വർക്കാവും. അപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? 6ൻ്റെ മൾട്ടിപ്പിൾസിലെല്ലാം ഇത് വർക്കാവും. മനസ്സിലായോ? 6 ആണ് ഏറ്റവും ചെറിയ നമ്പർ, അതിൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം നമ്മൾ എടുക്കുമ്പോഴും വർക്കാവും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 8 ആയിരിക്കും. കാരണം 50ൻ്റെ താഴെ എത്ര നമ്പർ ഉണ്ടെന്നാണ് ചോദിച്ചത്. 50ൻ്റെ താഴെ 6ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട്? 6 × 1, 6 × 2, അങ്ങനെ 6 × 8 വരെ ഉണ്ട്. അങ്ങനെ 8 നമ്പേഴ്സ് വരും. ഏതൊക്കെയായിരിക്കും നമ്പർ? 6, 12, 18, 24, 30, 36,
പിന്നെ 42, 48 ഈ 8 മൾട്ടിപ്പിൾസ് ഓഫ് 6 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ആൻസർ എന്താ വരിക? 8 ആണ് അവിടെ വരിക. അഗെയിൻ ഇതൊരു നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരുന്നിട്ട് ചിന്തിച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇത്തവണ UPSCയുടെ പേപ്പറിൽ വന്ന ഒരു ചേഞ്ച് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അത് ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതാണ് ആ നമ്പർ എന്ന് ചോദിക്കുന്നതിൻ്റെ പകരം UPSC പല ക്വസ്റ്റ്യനിലും എന്താ ചോദിച്ചിട്ടുള്ളത്, എത്ര നമ്പർ പോസിബിൾ ആണെന്നാണ്. ഇപ്പോൾ 15ൻ്റെ താഴെ എത്ര നമ്പറിന് ആ പ്രോപ്പർട്ടി ഉണ്ടെന്ന്, ഏതാണ് ആ നമ്പർ എന്ന് പറഞ്ഞ് ചിലപ്പം 5, 6 എന്നൊക്കെ ഓപ്ഷൻ തന്നാൽ സിമ്പിളായിട്ട് നമുക്ക് 6 ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, വലിയ പ്രശ്നമില്ല. പക്ഷേ UPSC ഇത്തവണ ചേഞ്ച് ചെയ്തത് എന്താ? ഇത്തവണ ചേഞ്ച് ചെയ്തത് എത്ര അങ്ങനത്തെ നമ്പർ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നമ്പേഴ്സിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കേണ്ടതൊക്കെ ആയിട്ട് വരും, ഒരുപാട് നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡീപ്പറാണ്. ഒരിക്കലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ആദ്യം പോയി ചെയ്യാൻ പാടില്ല, ആദ്യം പോയി ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ ആദ്യം അതും നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡാണ്, അത് ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്ന UPSC നിങ്ങൾ എങ്ങനെ CSAT ക്ലിയർ, അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നു. നിങ്ങൾ ഒരിക്കലും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പോയി ആദ്യം ചെയ്യരുത്, അല്ലേ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6th ക്വസ്റ്റ്യൻ ആണ്, സെറ്റ് എയിലെ 6th ക്വസ്റ്റ്യൻ ആണ്. 3 പ്രൈം നമ്പേഴ്സ് PQR ഈച്ച് ലെസ് ദാൻ 20 ആർ സച്ച് ദാറ്റ് P - Q = Q - R വരണം. 3ഉം P യും Q R ഉം പ്രൈം നമ്പേഴ്സാണ്. ഹൗ മെനി ഡിസ്റ്റിങ്ക്റ്റ് പോസിബിൾ വാല്യൂസ് ക്യാൻ വി ഗെറ്റ് ഫോർ P + Q + R? ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ P യും Q യും R ഉം ഡിസ്റ്റിങ്ക്റ്റ് ആണോ? P യും Q യും R ഉം ഡിസ്റ്റിങ്ക്റ്റ് ആണോ? P യും Q R ഉം 3 പ്രൈം നമ്പേഴ്സാണ്, അത് ഡിസ്റ്റിങ്ക്റ്റ് ആണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അത് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറയുന്നില്ല. P + Q + Rൻ്റെ വാല്യൂ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് എത്ര ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ ഓഫ് P + Q + R കിട്ടും. അപ്പോൾ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, P + Q + Rന് എത്ര ഡിഫറെൻറ്റ് വാല്യൂ കിട്ടും എന്നാണ് ചോദിച്ചത്. P യും Q യും R ഉം ഡിസ്റ്റിങ്ക്റ്റ് ആണ് എന്ന് UPSC പറഞ്ഞിട്ടില്ല. നിങ്ങൾ UPSCയുടെ PYQs ഒക്കെ എടുത്ത് നോക്കിയാലും P യും ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻസിൽ UPSC എന്ത് ചെയ്യും, ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറഞ്ഞാൽ മാത്രമേ അത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഡിസ്റ്റിങ്ക്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല എന്നേ നമുക്ക് മനസ്സിലാവുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ശരിക്കും ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ പറയുന്നില്ല P യും Q R ഉം ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ P - Q = Q - R എല്ലാം പ്രൈം നമ്പേഴ്സ് ആവണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രൈം നമ്പർ എടുക്കുക 2, എല്ലാം ഞാൻ 2 കൊടുത്തു. ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നില്ല എന്ന് പറഞ്ഞ് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാം 2 കൊടുത്തു എന്ന് വിചാരിച്ചോ. എല്ലാം 2 കൊടുത്താൽ എന്തായാലും ഇത് ഈക്വലായി മാറില്ലേ? 2 - 2 0 ആണ്, ഇപ്പുറത്തെ 2 - 2 0 ആണ്, അത് ഈക്വലായിട്ട് വർക്കാവില്ലേ? അപ്പം നിങ്ങൾ ഏത് പ്രൈം നമ്പർ കൊടുത്താലും ഇത് വർക്കാവില്ലേ? അതായത് ലെസ് ദാൻ 20 ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ലെസ് ദാൻ 20 ഏത് പ്രൈം നമ്പർ കൊടുത്താലും ഇത് വർക്കാവില്ല. അപ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് വരാൻ ചാൻസ് ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ അപ്പോൾ ആൻസർ അപ്പം തന്നെ നിങ്ങൾക്ക് മോർ ദാൻ 6 ആയിരിക്കും എന്ന് കിട്ടും ഏകദേശം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, അപ്പം ഞാൻ 2 കൊടുത്തു, PQRന് ഞാൻ 2 കൊടുത്താൽ ഓക്കെയാണ്. 2 + 2 + 2 P + Q + Rൻ്റെ വാല്യൂ 8 വന്നു. 3 കൊടുത്താൽ 9 വരും P + Q + Rൻ്റെ വാല്യൂ. 5 കൊടുത്താൽ 15 വരും അല്ലേ? 7 കൊടുത്താൽ 21 വരും. 11 കൊടുത്താൽ 33 വരും. ഓക്കെ, 13 കൊടുത്താൽ 39 വരും. ഇങ്ങനെ ഒരുപാട് വാല്യൂസ് പറ്റൂലേ? ഇനി ഇതല്ലാണ്ട് ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത, ഇനിയിപ്പോൾ ചിലർ വിചാരിക്കും ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് UPSC മറന്നു പോയതായിരിക്കും ഇടാൻ. അങ്ങനെയാണെങ്കിൽ UPSC എന്തായാലും ക്വസ്റ്റ്യൻ മോർ ദാൻ 6 ആണ് എന്തായാലും വരും. UPSCയുടെ ഒരു ലാംഗ്വേജ് വെച്ചിട്ട് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങളത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇനി എങ്ങാനും ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് തെറ്റിപ്പോയതാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തത്, ഇതൊന്നും എടുക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായാലും D ആണ് വരിക. ഓക്കെ, അപ്പോൾ എനിവേ ഇതല്ലാണ്ടും പോസിബിലിറ്റീസ് ഉണ്ടാവും ഇവിടെ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ 3ഉം 5ഉം 7ഉം എടുക്കാമെന്ന് വിചാരിച്ചോ. ഓക്കെ, 5ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. 7ഉം ഇപ്പോൾ ഞാൻ ഇത് P കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, P - Q അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം നമുക്ക്. അതായത് P - Q = Q - R ആണ്. ഞാൻ ഈ Qനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, Rനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ P + R = 2Q എന്ന് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇതിനെ ഞാൻ 3 കൊടുത്തു, ഇതിനെ ഞാനൊരു 7 കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 3 + 7 എന്താ കിട്ടുക? 10. അപ്പോൾ Qന് ഞാൻ 5 കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. 2 × 5 10 ആണ്. അപ്പോൾ ശരിക്കും 3, 5, 7 ഒരു പോസിബിലിറ്റി ആണ്. അപ്പോൾ 3 + 5 + 7 എന്ത് കിട്ടും? 3 + 5 + 7 എന്ന് പറയുമ്പോൾ 15 എന്ന് കിട്ടും. അപ്പോൾ 15 P + Q + Rൻ്റെ ഒരു വാല്യൂ ആണ്, പോസിബിൾ വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത പോസിബിലിറ്റീസും ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയാത്തതുകൊണ്ട് എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്, ഒരുപാട് വാല്യൂസ് പോസിബിൾ ആണ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആൻസർ എന്താ വരിക? D ആണ് വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി പോസിബിൾ വാല്യൂസ് ഓഫ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ ആർ ദർ സാറ്റിസ്ഫൈങ് 1/p പ്ലസ് 1/q പ്ലസ് 1/r ഇസ് ഈക്വൽ ടു 1 വരണം എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ പ്രത്യേകം നോട്ട് നെസസറിലി ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല എന്ന് ആ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ ആക്ച്വലി അത് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ UPSC ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് നിർബന്ധമില്ല എന്ന് തന്നെ എടുക്കണം. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ 1/p പ്ലസ് 1/q പ്ലസ് 1/r ഈസ് ഈക്വൽ ടു 1 എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ പറ്റുമായിരിക്കും നിങ്ങൾ നോക്കിയേ. 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 ചെയ്താൽ എന്താ കിട്ടുക, 3/3 എന്നാവും, 1 എന്നാവും. അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്. ശരി, അടുത്തത് അപ്പോൾ പി പ്ലസ് ക്യൂ പ്ലസ് ആറിൻ്റെ വാല്യൂ അവിടെ 3 + 3 + 3 9 എന്ന് വരും. ശരി, അടുത്തത് ഞാൻ ഒന്നിനെ ഹാഫ് എന്ന് കൊടുത്തു, പകുതി. ഹാഫും പിന്നെ ഒരു കാലും 1/4 1/4 എന്ന് പറഞ്ഞാൽ കാൽഭാഗവും കൂടി അരേൻ്റെ കൂടെ അര കൂട്ടി 1 ആവില്ലേ? അപ്പോൾ ഇതെന്തായാലും 1 ആയിരിക്കില്ലേ അല്ലേ? അര പ്ലസ് കാൽ പ്ലസ് കാൽ എന്താ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ പി പ്ലസ് ക്യൂ പ്ലസ് ആറിൻ്റെ വാല്യൂ എന്താ വരിക, 4 + 2 8 8 + 4 12 എന്ന് വരും. ശരി, ഇനി അതുമല്ലാണ്ട് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റിയും കൂടി എടുക്കാം. 1/2 പ്ലസ് 1/3 പ്ലസ് 1/6 ചെയ്താൽ എന്താ വരിക നോക്കിയേ. ഇതിപ്പം നമുക്ക് LCM ആയിട്ട് 6 എടുക്കാം. അപ്പോൾ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 + 2 + 1, അപ്പോൾ 6/6 അഗെയിൻ 1. അപ്പോൾ ഇവിടെ ഈ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. ഈ കേസിൽ പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്താ വരിക, 2 + 3 5 5 + 6 11 എന്ന് വരും. അപ്പോൾ ഈ 3 പോസിബിലിറ്റീസും ആണ് ഇവിടെ വരിക. അപ്പോൾ ആൻസർ ഇവിടെ എന്താ വരിക, ഇവിടെ 3 ആണ് വരിക ആൻസർ. ഓക്കെ, അപ്പോൾ 7th ക്വസ്റ്റ്യൻ 3 ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ഇതൊരു ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് കംസ് അറ്റ് എക്സ്, എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും എന്നാണ് ചോദിച്ചത്, എക്സിൻ്റെ വൈൻ്റെ സ്ഥാനത്ത്. ഓക്കെ, ഇൻ ദ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എങ്ങനെയാണ് സീക്വൻസ് വന്നിരിക്കുന്നത് നോക്കണം. അപ്പം നിങ്ങൾ നോക്കിയേ, ജനുവരിയാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്, അടുത്തതും ജനുവരി, അതായത് ഒരു മാറ്റവും ഇല്ല. ഇതെന്താണോ അത് തന്നെയാണ് അടുത്തത് വന്നത്. ഇനി ജനുവരിയിൽ നിന്ന് എന്തായി മാറി, പിന്നെ ഡിസംബറായി മാറി. അതായത് ജനുവരിയിൽ നിന്ന് ഒരെണ്ണം ബാക്കോട്ട് പോകുമ്പോഴാണ് ഡിസംബർ ആവുന്നത്. അപ്പോൾ ബാക്കോട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് കുറച്ച് പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് ചിന്തിച്ചാൽ മതി. ഡിസംബർ കഴിഞ്ഞിട്ട് ജനുവരി ആവും, ഇടയിൽ ആരുമില്ല, ഇടയിലൊരു മന്തും ഇല്ല. ഓക്കെ, ഒരു മന്തും ഇടയിൽ വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഡിസംബർ ഉണ്ടായിരുന്ന ആൾ എന്തായി മാറുന്നുണ്ട്, ഒക്ടോബറായി മാറുന്നുണ്ട്. ഒക്ടോബർ കഴിഞ്ഞിട്ട് നവംബർ കഴിഞ്ഞിട്ടാണ് ഡിസംബർ വരുന്നത്. അപ്പോൾ ഒക്ടോബറിൻ്റെയും ഡിസംബറിൻ്റെ ഇടയിൽ ഒരു മന്താണ് പിന്നെ വരുന്നത്. അപ്പോൾ നേരത്തെ 0 മന്താണ്, ഇപ്പോൾ ഒരു മന്ത് വന്നിട്ടുണ്ട്. അടുത്തതോ ഒക്ടോബർ ആണ്, ഇവിടെ എക്സ് ആണ്. അപ്പോൾ ഇവിടെ എത്ര മാസം വരണം, 2 മന്ത് ഇടയിൽ വരണം അല്ലേ? അപ്പോൾ ഒക്ടോബറിൻ്റെ ബാക്കോട്ടാണ്. അപ്പോൾ എന്തൊക്കെ വരും, ഓഗസ്റ്റ് വരും, സെപ്റ്റംബർ വരും, അത് കഴിഞ്ഞിട്ടാണ് ഒക്ടോബർ വരുന്നത്. അപ്പോൾ ആരാ വരിക, ജൂലൈ ആയിരിക്കും അപ്പോൾ വരിക അല്ലേ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. അപ്പോൾ 2 മന്ത് ഇതിൻ്റെ ഇടയിൽ വരുന്ന രീതിയിൽ നമ്മൾ എടുത്തു. അപ്പോൾ ജൂലൈ ആയിരിക്കും ഫസ്റ്റ്. അപ്പം തന്നെ നിങ്ങൾക്ക് ഇതും എലിമിനേറ്റ് ചെയ്യാം. എന്തായാലും ഫസ്റ്റ് ജൂലൈ ആണ്. ശരി, എക്സ് ജൂലൈ ആണ്. അടുത്തത് നോക്കുമ്പം, അപ്പോൾ അടുത്തത് നോക്കിയാൽ എക്സ് ജൂലൈ കിട്ടി നിങ്ങൾക്ക്. അടുത്തത് ഇവിടെ മാർച്ചാണ്. അപ്പോൾ മാർച്ചിൻ്റെയും ജൂലൈൻ്റെയും ഇടയ്ക്ക് 3 മന്ത് വേണ്ടി വരും അല്ലേ? 2 മന്തായിരുന്നു നേരത്തെ, അപ്പോൾ ഇപ്പോൾ 3 മന്തായി ഉണ്ടാവും. ഇനി മാർച്ച് ഒക്ടോബർ ആകുമ്പോൾ അപ്പം എത്ര മന്ത് വേണ്ടി വരും ഇടയിൽ, 4 മന്ത് വേണ്ടി വരും. ഇനി ഒക്ടോബറും അടുത്ത വൈയും ആകുമ്പോൾ എത്ര മന്ത് ഇവിടെ വേണ്ടി വരും, 5 മന്ത് ഇതിൻ്റെ ഇടയിൽ വേണ്ടി വരും. അപ്പോൾ വൈ നിങ്ങൾ ചുമ്മാ ഒന്ന് മെയ് ആണെന്ന് വിചാരിച്ച് വയ്ക്കുക. ഓപ്ഷൻ എയും ബിയും ആണല്ലോ. അപ്പോൾ വൈ മെയ് ആയിരുന്നുവെങ്കിൽ എത്ര മാസം ഉണ്ട് ഒക്ടോബർ വരെ? മെയ് കഴിഞ്ഞാൽ എന്ത് വരും, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 4 മാസമേ വരുന്നുള്ളൂ. അപ്പോൾ മെയ് അല്ല. ഏപ്രിൽ ആണെങ്കിലോ, വൈ ഏപ്രിൽ ആണെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, എന്നിട്ട് ഒക്ടോബർ, 5 മാസം കറക്റ്റ് വരുന്നുണ്ട് ഇടയിൽ. അപ്പോൾ ആൻസർ എന്താണ്, ബി ആണ്, ഏപ്രിൽ ആയിരിക്കും വൈ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ടീം എക്സ് സ്കോർഡ് എ ടോട്ടൽ ഓഫ് n റൺസ് 20 ഓവറിൽ എടുത്തിട്ടുണ്ട്. ദ ടീം വൈ ടൈഡ് ദ സ്കോർ എന്ന് പറയുമ്പോൾ n തന്നെ സ്കോർ ചെയ്തു ടീം വൈ 10% ലെസ് ഓവേഴ്സിൽ. അപ്പോൾ 20യുടെ 10% എന്താ, 2 ആണ് അല്ലേ? 20യുടെ 10% 2 ആണ് എന്ന് വെച്ചാൽ 18 ഓവറിൽ തന്നെ ടീം വൈ എത്ര റൺസ് എടുക്കുന്നുണ്ട്, n റൺസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഹാഡ് ദ ടീം വൈസ് ആവറേജ് റൺ റേറ്റ് ഹാഡ് ബീൻ 50% ഹയർ. 50% ഹയർ ആയിരുന്നുവെങ്കിൽ, 50% ഹയർ ആണ് സ്കോർ ചെയ്ത റൺസ് എങ്കിൽ ആക്ച്വലി 18 ഓവറിൽ n ആണ് എടുക്കുന്നത്. അപ്പം 50% ഹയർ ആയിരുന്നുവെങ്കിൽ 18 ഓവറിൽ അവരെടുക്കും, എത്ര എടുക്കും, 1.5 n എടുക്കും. 50% കൂടുതൽ എന്ന് പറഞ്ഞാൽ 1.5 ആണ്, 1.5 n എടുക്കും അല്ലേ? എത്ര, 50% കൂടുതൽ ആയിരുന്നു അവരുടെ റൺ റേറ്റ് എങ്കിൽ 18 ഓവറിൽ 1.5 എടുക്കുമായിരുന്നു. അപ്പോൾ എത്ര ഓവറിലാണ് അവർ n എടുക്കുക എന്ന് നോക്കാം. അത് ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട് 12 ഓവറിലാണ് n എടുക്കുന്നത്. നമുക്ക് നോക്കാം എത്ര ഓവറിലാണ് n എടുക്കുക എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ,
ഇത് നിങ്ങളപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 18 ഓവറിൽ ഈ 50% ഹയർ റൺ റേറ്റിലായിരുന്നു പോകുന്നതെങ്കിൽ 1.5 N കിട്ടുമായിരുന്നു. അപ്പോൾ എത്ര ഓവറിലാണ് N കിട്ടുന്നത്, എത്രാമത്തെ ഓവറിലാണ് അവർ ടൈ ആവുന്നത്, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും, x × 1.5 = 18 × n എന്ന് വരും. x × 1.5 n ആണ്. അപ്പോൾ x = 18 × n/1.5 n എന്ന് കിട്ടും. അപ്പോൾ ഈ n-ഉം n-ഉം ക്യാൻസൽ ചെയ്യും. 18/1.5 വരെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 180/15 ആവും. 180/15 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 12 ആൻസർ കിട്ടും. അതായത് ഇവിടെ n-ൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടോ സാധനം. ഇത്രയൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ തന്നെ മനസ്സിലാവും ഇവിടെ n-ഉം n-ഉം വെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ n-ൻ്റെ വാല്യൂ എന്താണെങ്കിലും നിങ്ങൾക്ക് 12 തന്നെ ആൻസർ കിട്ടുക. n എന്ത് വാല്യൂ കൊടുത്താലും, n 100 കൊടുത്താലും 200 കൊടുത്താലും 10 കൊടുത്താലും 50 കൊടുത്താലും ഒക്കെ അവിടെ n-ൻ്റെ വാല്യൂ കട്ടായി പോകുന്നില്ലേ. അപ്പോൾ ശരിക്കും n-ൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് മനസ്സിലായോ. 12 ഓവറിൽ n എന്തായാലും ടൈ ആവുക n-ൻ്റെ വാല്യൂ എത്രയാണെങ്കിലും. അപ്പോൾ n-ൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി കനോട്ട് ഡിറ്റർമൈൻ, എന്ത് വേണമെങ്കിലും ആവാം. മനസ്സിലായോ. അപ്പോൾ ഡി ആണ് അവിടുത്തെ ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് 20% കൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം. ഇപ്പോൾ നേരത്തെ ഒരു 80 ആയിരുന്നു എന്ന് വിചാരിച്ചോ, ആ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് 80 ആണ്. 20% കൂടി എന്ന് പറഞ്ഞാൽ എത്രയായി ഉണ്ടാവും പ്രൈസ്, നിങ്ങൾ × 120/100 ചെയ്താൽ മതി അല്ലേ. × 120/100 ചെയ്താൽ എത്രയായി പുതിയ പ്രൈസ് എന്ന് കിട്ടും. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് വേണം ഇവിടെ ആലോചിക്കാൻ. അതായത് ആദ്യം പ്രൈസ് P ആണ്, അത് പറയുന്നുണ്ട് പ്രൈസ് P ആണ്, അത് ഇൻക്രീസ്ഡ് ബൈ K%. അപ്പോൾ എത്രയായി ഉണ്ടാവും പ്രൈസ്, 100 + K/100 ആയിട്ടുണ്ടാവും. ഇത്രയും കൂടിയിട്ടുണ്ടാവും. 100 + K/100. നേരത്തെ 20 ആയപ്പം 120/100 മൾട്ടിപ്ലൈ ചെയ്തതുപോലെ K% കൂടുമ്പോൾ 100 + K/100 ആണ് മൊത്തത്തിൽ കൂടുക ഇൻറ്റു. പിന്നെന്താ സംഭവിക്കുന്നത്, ഡിക്രീസ്ഡ് ബൈ K%. ഇപ്പോൾ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് 20% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 100% എന്നാണ് 20% കുറയുന്നത്. അപ്പോൾ 80 ആയി മാറും. 100 - 20 ആണ് അവിടെ ചെയ്യുന്നത് അല്ലേ. നമ്മൾ 20% കുറഞ്ഞു, ഒരു ഐറ്റത്തിൻ്റെ എമൗണ്ട് ഒരു 70 രൂപയായിരുന്നു, അത് 20% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ × 80/100 ആണ് ചെയ്യേണ്ടത്. 20% കുറഞ്ഞു, 100 ന്ന് 20 കുറഞ്ഞു. മനസ്സിലായോ. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് ആലോചിക്കുമ്പം ഇവിടെ എന്ത് ചെയ്താൽ മതി, 100 - K/100 ചെയ്താൽ മതി. ഇങ്ങനെയാകുമ്പോഴാണ് K% കുറഞ്ഞു എന്ന് പറയാം. ഇനി വീണ്ടും എന്തായി ചെയ്യുന്നത്, അഗെയിൻ ഇൻക്രീസ്ഡ് ബൈ K. അപ്പോൾ അഗെയിൻ 100 + K/100 ആയി. പിന്നെ അഗെയിൻ ഡിക്രീസ്ഡ് ബൈ K. അപ്പോൾ × 100 - K/100 ആയി. ഇത് ചെയ്താൽ ആൻസർ കിട്ടും. അതാണ് Q എന്ന് പറയുന്നത് അല്ലേ. Q ആണ് അത്, പുതിയ പ്രൈസ് Q ആണ്. അപ്പോൾ ഇതെല്ലാം ചെയ്താൽ Q ആണ് കിട്ടുന്നത്. നിങ്ങൾ നോക്കിയേ, A + B × A - B അല്ലേ ഇത്. A + B × 100 + K × 100 - K. A + B × A - B. A + B × A - B എന്താ, A² - B² ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, P × 100² - K² എന്നായി മാറും. ഏത്, ഇത്, ഈ രണ്ടെണ്ണം അതേപോലെ ആയി മാറും അല്ലേ. 100² - K² എന്നായി മാറും. ഓക്കെ. ഡിവൈഡഡ് ബൈ 100 × 100 × 100 × 100. 1 2 3 4 5 6 7 8 0 ഉണ്ട്. അപ്പോൾ 10⁸. ഇതാണ് എന്ത്, Q. അപ്പോൾ P × 100² എന്ന് പറഞ്ഞാൽ എന്താ, 100² എന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ 10² ആണ്. 10² ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁴ ആവും. അപ്പോൾ ഇത് 10⁴ - K² എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഇതിനെ. അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ സ്ക്വയറായി മാറും. ദിസ് ഈസ് ഈക്വൽ ടു ഈ 10⁸ ഇങ്ങോട്ട് കൊണ്ടുപോകാം, Q × 10⁸ എന്നായി മാറും. ഇതാണ് അപ്പോൾ ആൻസർ. ഏതാ അപ്പോൾ ആൻസർ വരിക, എ ആണ് ആൻസർ വരിക അല്ലേ. P × 10⁴ - K² ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു Q × 10⁸. അപ്പോൾ എ ആണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ആക്ച്വലി കുറച്ചൊരു ഭയങ്കര ഡീപ്പറായിട്ട് ക്യൂബിൻ്റെ കാര്യത്തിലേക്ക് പോയൊരു ക്വസ്റ്റ്യൻ ആണ്. ജനറലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ UPSCയുടെ PYQs ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുക, ഒരു ക്യൂബ്, വലിയൊരു ക്യൂബ് കുറേ ക്യൂബുകളായിട്ട് ഡിവൈഡ് ചെയ്യും. വലിയൊരു ക്യൂബ് കുറേ ചെറിയ ഈക്വൽ സൈസുള്ള കുറേ ക്യൂബുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ 2023 UPSC ചോദിച്ചത് ഒരു വലിയ ക്യൂബോയിഡ് തന്നിട്ട് അത് കുറേ ക്യൂബുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് രണ്ടുമാണ് UPSC ഇത്രയും കാലം ചോദിച്ചത്. ജനറലായിട്ട് എല്ലാവരും പഠിക്കുന്നതും ഇത് തന്നെയാണ് അല്ലേ. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ക്യൂബ് എടുത്തിട്ട് ക്യൂബുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ ക്യൂബ്സ് എപ്പോഴും ഒരു ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ക്യൂബാണ് കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ക്യൂബ് എടുത്തു, ആ ക്യൂബിനെ ഞാനിപ്പം 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വിചാരിച്ചു. എല്ലാ സൈഡും ഇവിടെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും ഇങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു.
ഓക്കെ, വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇവിടെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിൽ നമുക്ക് 2 കട്ട് മതി കേട്ടോ. അതും ഓർക്കണം, കാരണം ഇത് കട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 കട്ട് മതി ഇവിടെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എനിവേ ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര ക്യൂബ്സ് ഉണ്ടാവും? ഒരു സൈഡിൽ 3 × 3 × 3 ക്യൂബ്സ് ഉണ്ടാവുക. 3 × 3 × 3 27 ആവും. 27 ക്യൂബ്സ് അപ്പം ടോട്ടൽ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാൻ ഓരോ സൈഡും 4 ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിലോ 4 × 4 × 4 64 ക്യൂബ്സ് ഉണ്ടാവുക. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഓർക്കേണ്ടത്, ഒരു വലിയ ക്യൂബ് ഞാൻ കുറേ ചെറിയ ക്യൂബുകളായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? കിട്ടുന്ന ആൻസർ എത്ര ചെറിയ ക്യൂബ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും ഒരു നമ്പറിൻ്റെ ക്യൂബായിരിക്കും. 27 ആവാം, 64 ആവാം, 125 ആവാം, 216 ആവാം, അങ്ങനെ ക്യൂബുകൾ മാത്രമേ കിട്ടൂ. പക്ഷെ ഇവിടെ എന്താ 60 സ്മോളർ ക്യൂബ്സാണ് കിട്ടുന്നത്. ഒരു ക്യൂബ് ഉണ്ട്, ഒരു ക്യൂബ് എത്രയോ ചെറിയ ഈക്വൽ സൈസ് ക്യൂബുകളായിട്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? 60 കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് ക്യൂബായിട്ട് കട്ട് ചെയ്ത ക്വസ്റ്റ്യൻ അല്ല. കാരണം ക്യൂബ് കുറേ ചെറിയ ക്യൂബുകളായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും ഒരു നമ്പറിൻ്റെ ക്യൂബായിരിക്കണം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 60 ഒരു ക്യൂബല്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ ചെയ്തിട്ടുണ്ടാവുക ക്യൂബുകളെ, ഈ തന്നിരിക്കുന്ന വലിയ ക്യൂബിനെ ക്യൂബോയിഡുകളായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇത് UPSC ആദ്യമായിട്ടാണ് ചോദിക്കുന്നത്. അതായത് ക്യൂബിനെ ക്യൂബോയിഡായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ആദ്യമായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഡീപ്പറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചിലപ്പം കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് പാടായിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മൊത്തം 64 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ക്യൂബിനെ ക്യൂബായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ ആൻസർ 64 കിട്ടാം അല്ലേ? 64 എങ്ങനെ കിട്ടുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ 4 × 4 × 4, അതായത് ഓരോ സൈഡിലും 4 × 4 × 4 എന്നുള്ള രീതിയിൽ കട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ 60 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. 16 ഇങ്ങനെ 3 നമ്പറിൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റുമോ നോക്കുക. ഓക്കെ, 16 നമുക്ക് എങ്ങനെ എഴുതാം? 5 × 4 × അപ്പോൾ 20 ആയി × 3 60 അല്ലേ? 5 × 4 × 3 എന്ന് എഴുതാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് എഴുതാം. നമുക്ക് വേണമെങ്കിൽ 10 × 2 × 3 എന്ന് എഴുതാം. 10 × 6 എന്ന് എഴുതിയാൽ 60. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, മിനിമം കട്ട്സ് വേണം എന്ന് പറയുന്നുണ്ട് അല്ലേ? മിനിമം നമ്പർ ഓഫ് കട്ട്സ് ആണ്. അപ്പം മിനിമം നമ്പർ ഓഫ് കട്ട് വരുമ്പം ഇതാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ 10 × 2 × 3 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഒരു സൈഡ് 10 ആയിട്ട് കട്ട് ചെയ്യണം, ഒരു സൈഡ് 2 ആയിട്ട് കട്ട് ചെയ്യണം, ഒരു സൈഡ് 3 ആയിട്ട് കട്ട് ചെയ്യണം. ഒരു സൈഡ് 10 ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ 9 കട്ട് വേണ്ടി വരും. ഒരു സൈഡ് 2 ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ 1 കട്ട് മതി, ഒരു സൈഡ് 3 ആയിട്ട് കട്ട് ചെയ്യാൻ 2 കട്ട്. അപ്പോൾ കട്ടിൻ്റെ എണ്ണം കൂടും. ഈ നമ്പർ ഏതെങ്കിലും ഒന്ന് വലുതാവുന്നതിനനുസരിച്ച് കട്ടിൻ്റെ എണ്ണം കൂടും. അപ്പോൾ എപ്പോഴും നിങ്ങൾ നമ്പർ ഓഫ് കട്ട്സ് മിനിമം ആണെങ്കിൽ ആ ചെറിയ നമ്പറാണ് വരിക ആൻസറായിട്ട്. കാരണം അപ്പോഴാണ് കട്ട് കുറയുന്നത്. ഇവിടെ കണ്ടോ മൊത്തം എത്ര കട്ട് വരുന്നുണ്ട്? 12 കട്ട് വേണം ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? 5 × 4 × 3 ആയിട്ട് തന്നെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. കാരണം അപ്പോഴാണ് നമ്പർ ഓഫ് കട്ട്സ് കുറയുക. അപ്പോൾ ഒരു സൈഡ് 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 4 കട്ട് വേണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കേക്ക് ഉണ്ട്, ഇങ്ങനെ വലിയൊരു കേക്ക്. ഈ കേക്ക് ഞാൻ 2 ആക്കി ഡിവൈഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒറ്റ കട്ട് പോരെ, ഒരു കട്ടുണ്ടേ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 5 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 4 കട്ട് മതി, 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 3 കട്ട് മതി, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 2 കട്ട് മതി. അപ്പോൾ മൊത്തം എത്ര കട്ടായി? 4 3 7 2 9 കട്ട്. കറക്റ്റാണ്. അപ്പോൾ 9 ആൻസർ കറക്റ്റാണ്. ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 നമ്പർ ഓഫ് സ്മോളർ പീസസ് വിച്ച് ആർ നോട്ട് പെയിൻറ്റഡ് ഓൺ എനി ഫേസ് ഈസ് 6. അപ്പോൾ നോ ഫേസ് പെയിൻറ്റഡ്. ഇപ്പോൾ ഒരു അപ്പോൾ ഇവിടെ നമ്മളൊരു ക്യൂബൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി നമുക്ക് മനസ്സിലായി ഈ ഒരു ക്യൂബ് എന്താ ചെയ്യുന്നത്? കുറേ ക്യൂബോയിഡായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 5 ആയിട്ട് ഒരു സൈഡ് ഞാൻ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു സൈഡ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, വേറെ ഒരു സൈഡ് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 5 × 4 × 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് നോ ഫേസ് പെയിൻറ്റഡ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? 5 - 2 × 4 - 2 × 3 - 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് പറയുകയാണെങ്കിൽ ഡീപ്പറായിട്ട് നമ്മൾ ഈ ക്യൂബിൻ്റെ ക്ലാസ്സിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അത് അത്രയും ഞാൻ ഡീപ്പിലേക്ക് പോകുന്നില്ല. ഇത് ഓരോ ഡയറക്ഷനിലും 5 - 2 4 - 2 3 - 2 വരും. അതിൻ്റെ ഒക്കെ ഉള്ളിലുള്ള ക്യൂബിലല്ലേ പെയിൻറ്റ് ഉണ്ടാവാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ക്യൂബോയിഡിലല്ലേ പെയിൻറ്റ് ഉണ്ടാവാണ്ടിരിക്കുക. അപ്പോൾ നമ്മളത് കിട്ടാൻ 5 - 2 × 4 - 2 × 3 - 2 ചെയ്താൽ മതി. അപ്പോൾ 5 - 2 എന്ന് പറഞ്ഞാൽ 3 ആണ്, 4 - 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ആൻസർ 6 ആണ്. അപ്പോൾ 6 ക്യൂബ്സിലായിരിക്കും പെയിൻറ്റ് ഇല്ലാത്തത്. അതും ഇവിടെ കറക്റ്റാണ്. അപ്പം ഈ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ ആൻസർ C ആണ് വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് അഗെയിൻ ഒരു കോഡിംഗ് പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. 7 സ്റ്റാർ 24 25 കിട്ടുന്നു, 12 സ്റ്റാർ 16 20 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ 16 സ്റ്റാർ 63 എന്താണ്? ഇത് കുറച്ച് നല്ല ഡീപ്പ് ഇൻ ദ സെൻസ് ഇത് കത്താൻ കുറച്ച് പാടാണ്.
ഇത് ആക്ച്വലി തന്നിരിക്കുന്നത് പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സാണിത്. ഇപ്പോൾ ഇതിലെങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 625 എന്ന് പറഞ്ഞാൽ 25ൻ്റെ സ്ക്വയറാണ് കിട്ടുക. അതേപോലെ 12 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 20 സ്ക്വയർ ആണ് കിട്ടുക. ഇത് പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് പാടാണ്. ആ ഒരു എസ്പെഷ്യലി എക്സാം ഹാളിൽ കുറേ നേരം ചിന്തിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷേ ആ എക്സാം ഹാളിൽ ഇരുന്നിട്ട് ചെയ്യാൻ കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരുപാട് ടൈം അതിൻ്റെ മേലെ ഇരിക്കരുത്. കോഡിംഗ് ഒക്കെ നല്ല ഡീപ്പറായിട്ട് ഭയങ്കര ടഫായിട്ടും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ 16*63 എന്തായിരിക്കും, അതിന് എന്ത് ചെയ്യണം നമ്മൾ, 16 സ്ക്വയർ പ്ലസ് 63 സ്ക്വയർ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ 16 സ്ക്വയർ 256 കിട്ടും, 63 സ്ക്വയർ 3969 എന്നൊക്കെയാണ് കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് കൂട്ടുമ്പോൾ നമുക്ക് 4225 എന്നൊക്കെയാണ് കിട്ടുക. അപ്പോൾ 4225 എന്ന് പറഞ്ഞാൽ 65ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, 65ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും, 65 ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പെട്രോൾ പ്രൈസ് ഷോട്ട് അപ്പ് ബൈ 10% ആസ് എ റിസൾട്ട് ഓഫ് ദ ഹൈക്ക് ഇൻ. അപ്പോൾ പ്രൈസ്, പെട്രോളിൻ്റെ വില കൂടി 10% കൂടി. ദ പ്രൈസ് ഓഫ് പെട്രോൾ ബിഫോർ ദ ഹൈക്ക് 90 ആണ്. അപ്പോൾ ആദ്യം 90 രൂപയായിരുന്നു. ഇപ്പോൾ എത്രയുണ്ടാവും, 10% കൂടിയാൽ 90ൻ്റെ 10% 9 അല്ലേ. അപ്പോൾ 90ൻ്റെ കൂടെ 9 കൂട്ടിയാൽ 99 നേരത്തെ 90 ആയിരുന്നു, ഇപ്പോൾ 99 പ്രൈസ്. അപ്പോൾ 90 ആയിരുന്ന സമയത്ത് പേഴ്സൺ 2200 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമായിരുന്നു. ഓക്കെ, ആൻഡ് മൈലേജ് 16 കിലോമീറ്റർ, 1 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ 16 കിലോമീറ്റർ മൈലേജ് കിട്ടും. 1 ലിറ്റർ 16 കിലോമീറ്റർ പോകും. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്ര ലിറ്റർ പെട്രോൾ അടിക്കണം ഈ കേസിൽ? 2200 പോകണം, 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 16 കിലോ. അപ്പോൾ 2200 ബൈ 16 ചെയ്താൽ എത്ര ലിറ്റർ പെട്രോൾ അയാൾ അടിക്കണം എന്ന് നമുക്ക് കിട്ടും, ആണല്ലോ. ഇനി എത്ര ചിലവാക്കുന്നുണ്ടാവും, അയാളുടെ എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? അപ്പോൾ ഇത്രയും ലിറ്റർ പെട്രോൾ അയാൾ അടിക്കുന്നത്, അത് ഇൻറ്റു 90 ചെയ്താൽ ഇയാളുടെ എക്സ്പെൻഡിച്ചർ കിട്ടിയില്ലേ. അപ്പോൾ ഫസ്റ്റ് കേസിൽ അയാളുടെ എക്സ്പെൻഡിച്ചർ 2200/16 × 90 ആണ്. ഇവിടെ പറയുന്നത് ഇപ്പം പെട്രോളിൻ്റെ വില കൂടിയിട്ടുണ്ട്, പക്ഷേ പെട്രോളിൻ്റെ വില കൂടുമ്പം അയാളുടെ എക്സ്പെൻഡിച്ചർ സെയിം ആയിട്ട് നിൽക്കണം. എന്ന് വെച്ചാൽ എന്താ, അയാൾ അടിക്കുന്ന പെട്രോളിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അപ്പോൾ പെട്രോളിൻ്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അയാൾക്ക് കുറേ ദൂരം പോകാൻ പറ്റില്ല, കുറച്ച് ദൂരെ പോകാൻ പറ്റും. അപ്പോൾ അത് എത്ര റെഡ്യൂസ് ചെയ്യണം, എത്ര ട്രാവൽ റെഡ്യൂസ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഈ കേസിൽ അയാൾ എക്സ് കിലോമീറ്ററാണ് പോകുന്നതെന്ന് വിചാരിച്ചോ. ഈ കേസിൽ അയാൾ 99 ആയപ്പോൾ എക്സ് കിലോമീറ്ററാണ് പോകുന്നത്. അപ്പോൾ അയാളുടെ എത്രയാണ് അയാളുടെ എക്സ്പെൻഡിച്ചർ ഈ കേസിൽ? x/16 ആയിരിക്കും എത്ര പെട്രോൾ അടിക്കണം. എക്സ് കിലോമീറ്റർ പോകാൻ x/16 പെട്രോൾ അടിക്കണം ഇൻറ്റു 99. ഇതായിരിക്കും അയാളുടെ ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ. ഇത് ഇക്വേറ്റ് ചെയ്താൽ പോരെ, രണ്ട് എക്സ്പെൻഡിച്ചറും സെയിം ആയിരിക്കണം. അവിടുന്ന് എക്സ് കിട്ടും. എക്സ് അല്ല ചോദിച്ചത്, എത്ര കുറയ്ക്കണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 16 ക്യാൻസലായി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2200 × 90 ഡിവൈഡഡ് ബൈ 99. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 11 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 200 എന്നാവും. ഇവിടെ 11 വെച്ചാൽ 90 ആവും. അപ്പോൾ ഇവിടെ 10 ആവും. 200 × 10 എന്ന് പറഞ്ഞാൽ 2000. അതായത് 2200 കിലോമീറ്ററാണ് നേരത്തെ അയാൾ പോയത്. ഇപ്പോൾ 2000 കിലോമീറ്റർ അയാൾക്ക് പോകാൻ പറ്റുള്ളൂ, സെയിം എക്സ്പെൻഡിച്ചർ, സെയിം പൈസ ചിലവാക്കിയ. കാരണം എന്താ, പെട്രോളിൻ്റെ വില കൂടി. എത്ര കുറഞ്ഞു, 2200 2000 200 കിലോമീറ്ററാണ് കുറഞ്ഞത്. അപ്പോൾ ആൻസർ എന്താ വരിക, ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ആക്ച്വലി ചെയ്യാം. ഒന്ന് LCM യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എ 4-ഡിജിറ്റ് നമ്പർ n, ഒരു നമ്പർ n ഉണ്ട്, സച്ച് ദാറ്റ് വെൻ ഡിവൈഡഡ് ബൈ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 1 വരണം, 5 വെച്ച് ചെയ്യുമ്പോൾ 3 വരണം, 6 വെച്ച് ചെയ്യുമ്പോൾ 4 വരണം, 9 വെച്ച് ചെയ്യുമ്പോൾ 7 വരണം എന്നൊക്കെയാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ n എന്താണ്, സ്മോളസ്റ്റ് വാല്യൂ ഓഫ് n പോസിബിൾ എന്താ? സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. വെറുതെ നിങ്ങൾ ആ നമ്പർ ഒന്ന് എടുത്ത് ഓപ്ഷൻ ഇട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ നിങ്ങൾക്ക് എന്ത് വരണം? 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരണം. അത് ഏതൊക്കെ പറ്റുമെന്നൊന്ന് നോക്കിയേ. ഇവിടെ 5 വെച്ച് ഈ ഓപ്ഷൻ എ 1068 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്താ ആൻസർ വരിക? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 3 കിട്ടണം. അപ്പോൾ ഇതിലേതിലൊക്കെ അത് പറ്റുന്ന ആദ്യം ഒന്ന് ചുമ്മാ നോക്കാം. അപ്പോൾ ഇവിടെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ എങ്ങനെയാണ് റിമൈൻഡർ കണ്ടുപിടിക്കേണ്ടത്? യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ 8 ആണ്. 8/5 ചെയ്താൽ റിമൈൻഡർ 3 ആണ്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 1072/5 ചെയ്താൽ യൂണിറ്റ് ഡിജിറ്റ് 2, അപ്പോൾ റിമൈൻഡർ 2 തന്നെയാണ് വരിക. അപ്പോൾ ഇത് റിമൈൻഡർ 3 വരുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്തായിരിക്കില്ല ആൻസർ. 1078 യൂണിറ്റ് ഡിജിറ്റ് 8 ആണ്, അപ്പോൾ അവിടെയും 3 വരും. അപ്പോൾ അത് ഓക്കെയാണ്. ഇതും വരില്ല, ഇത് യൂണിറ്റ് ഡിജിറ്റ് 2 ആയതുകൊണ്ട് റിമൈൻഡർ 2 വരിക, അപ്പോൾ ഇതും വരില്ല. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത ഒരെണ്ണം നോക്കുക.
3 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരണം. ഈ നമ്പർ ഒന്ന് 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്താ റിമൈൻഡർ വരിക? റിമൈൻഡർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 1 + 6 7 7 + 8 15 കിട്ടുന്നുണ്ട്. 15 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ ഈ നമ്പറും 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? റിമൈൻഡർ എന്താ കിട്ടുക? 0 കിട്ടുക. ഇത് വരില്ല. അപ്പം പിന്നെ ആൻസർ സി ആയിരിക്കില്ലേ? 1078/3 ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ കിട്ടുക? 1078/3 ചെയ്യുമ്പോൾ റിമൈൻഡർ കണ്ടുപിടിക്കാൻ ഇതൊന്ന് ആഡ് ചെയ്ത് വയ്ക്കുക. 1 + 7 8 8 + 8 16 വരും. 16/3 ചെയ്താൽ എന്താ റിമൈൻഡർ? 1 അല്ലേ? അപ്പോൾ അത് കറക്റ്റ് അല്ലേ? അപ്പോൾ ആൻസർ എന്താ? സി ആയിരിക്കും വരിക. അത്രയും ചെയ്താൽ മതി. ഇത് ആക്ച്വലി ഇത് LCMൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്യാൻ ഇവിടെ ആക്ച്വലി നിങ്ങൾ നോക്കേണ്ടത് ഇതിലൊക്കെ കോമൺ ആയിട്ട്, അതും കൂടി ഞാൻ ജസ്റ്റ് അങ്ങനെയും കൂടി എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ ആക്ച്വലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആ റിമൈൻഡർ, 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആ റിമൈൻഡർ, 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ്, 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? എന്തെങ്കിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളൊന്ന് നോക്കിയേ. ഈ കേസിലൊക്കെ നെഗറ്റീവ് റിമൈൻഡർ -2 ആണ്. അതായത് 3 1 കുറച്ചാൽ 2 ആണ്, 5 3 കുറച്ചാൽ 2 ആണ്, 6 4 കുറച്ചാൽ 2 ആണ്, 9 7 കുറച്ചാലും 2 ആണ്. അപ്പോൾ ആ കേസിലൊക്കെ നെഗറ്റീവ് റിമൈൻഡർ 2 ആണ് വരുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് റിമൈൻഡർ -2 ആണ് എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ എന്താ ചെയ്യണം? നിങ്ങൾ 3569ൻ്റെ LCM കണ്ടുപിടിക്കാം. അപ്പോൾ 3569ൻ്റെ LCM കണ്ടുപിടിക്കാം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1523 നാവും. ഇനിയൊന്നും കോമൺ ആയിട്ടില്ല. അപ്പോൾ അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 5 × 2 10 10 × 3 30 × 3 90. LCM 90 ആണ്. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ ഈ നമ്പർ ഒക്കെ ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും വരിക. 90 ഡിവൈഡഡ് ബൈ ആ നമ്പർ ഒക്കെ ചെയ്താൽ 0. പക്ഷേ നമുക്ക് എന്ത് കിട്ടണം? 4 ഡിജിറ്റ് നമ്പർ കിട്ടണം. അപ്പോൾ ഇനി അങ്ങോട്ട് 90യുടെ മൾട്ടിപ്പിൾസ് എല്ലാം, അതായത് LCMൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഈ നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഡിജിറ്റ് ആക്കണം. അപ്പോൾ 90 × 10 900. 900 90യുടെ മൾട്ടിപ്പിളാണ്. 900 ഡിവൈഡഡ് ബൈ ഈ നമ്പർ എല്ലാം ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും കിട്ടുക. അതും ഇതിൻ്റെ ഒക്കെ ഒരു കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി 900ൻ്റെ കൂടെ 90 കൂട്ടിയാൽ 990 അടുത്ത മൾട്ടിപ്പിളാണ്. ഇനി ഒരു 90 കൂടി കൂട്ടിയാൽ 1080 അടുത്ത മൾട്ടിപ്പിളാണ്. അപ്പോൾ 1080 ഒരു 4 ഡിജിറ്റ് ആയി. അപ്പോൾ 1080 ആയിരിക്കും സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ സച്ച് ദാറ്റ് വെൻ ഈ നമ്പർ ഒക്കെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ് കിട്ടുക. 1080 വെച്ച് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുക. പക്ഷേ നമുക്ക് എന്ത് കിട്ടണം? നെഗറ്റീവ് റിമൈൻഡർ -2 കിട്ടണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1080 -2 ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ 1078 അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് 1078 കിട്ടും. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ ചെയ്ത പോലെ വളരെ സിമ്പിളായിട്ട് ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇനീക്വാലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ദെൻ B ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ E. അപ്പോൾ B ഓൾവേസ് ഗ്രേറ്റർ ദാൻ E ആണെന്നാണ് പറയുന്നത്. ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ട്രിക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ വരുമ്പോൾ ഇനീക്വാലിറ്റി ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? B ഗ്രേറ്റർ ദാൻ E ആണോ എന്ന് ചെക്ക് ചെയ്യാൻ B ഇന്ന് Eയിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. ഇതൊരു ട്രിക്കാണേ. ഈ ട്രിക്ക് നമ്മൾ ക്ലാസ്സിലൊക്കെ പറയാറുള്ള ട്രിക്കാണ്. നിങ്ങൾക്ക് ചിലർക്ക് അറിയേണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ B ഗ്രേറ്റർ ദാൻ E എന്ന് പറയുമ്പം ഈ സാധനം ഇങ്ങനെ Bൻ്റെ സൈഡിലേക്കാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ Bന്ന് Eയിലേക്ക് പോകാൻ പറ്റുമോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ Bന്ന് Eയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. B എവിടെയാണ്? അവിടെയാണുള്ളത്. B ഇന്ന് Cയിലേക്ക് Bൻ്റെ ബ്രാക്കറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ Cയിലേക്ക് പോകാം. C എന്ന് പക്ഷേ ബ്രാക്കറ്റ് ഇങ്ങനെയാണ്, എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഈ സൈഡിലേക്കാണ് ഉള്ളത്. അപ്പോൾ ഇത് തെറ്റാണ്. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. Bന്ന് Eയിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ തെറ്റാണ്. ഇതൊരു ട്രിക്കാട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. ഇനി അടുത്തത് നമുക്ക് S ഈസ് ഓൾവേസ് ലെസ് ദാൻ V. S ഈസ് ഓൾവേസ് ലെസ് ദാൻ V ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ V ഇന്ന് Sലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ V എവിടെയാണ്? V ഇവിടെയാണുള്ളത്. ഈക്വൽ ആണെങ്കിലും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ V ഇന്ന് Uയിലേക്ക് പോകാം, U ഇന്ന് Tയിലേക്ക് പോകാം, T ഇന്ന് Sലേക്ക് പോകാം. അപ്പോൾ V ഇന്ന് Sലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? V ഇന്ന് Sലേക്ക് പോയ എല്ലാ പാത്തിലും ഈക്വൽ ടു സൈൻ ഉണ്ട്. ഇവിടെ ഈക്വൽ ടു സൈൻ ഉണ്ട്, ഇവിടെ ഈക്വൽ ടു സൈൻ ഉണ്ട് അല്ലേ? ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? ഇവിടെ ഈക്വൽ ടു സൈൻ ഉണ്ട്. പോയ പാത്തിലെല്ലാം എന്തുണ്ട്? ഈക്വൽ ടു സൈൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? S ലെസ് ദാൻ ഓർ ഈക്വൽ ടു Vനെ നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഇത് കറക്റ്റാണ്. S ലെസ് ദാൻ V എന്ന് പറയാൻ പറ്റില്ല. കാരണം S ഈക്വൽ ടു Vയും ആവാം. S ഈക്വൽ ടു Vയും ആവാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ ഇത് തെറ്റാണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. നിങ്ങൾ നോക്കിയപ്പോൾ V 1 ആണെന്ന് വിചാരിച്ചു അല്ലേ? പോട്ടെ, S 1 ആണെന്ന് വിചാരിച്ചോ. Tക്ക് 1 ആവാലോ. T ലെസ് ദാൻ ഓർ ഈക്വൽ ടു U അല്ലേ? Uക്ക് ഒപ്പം 1 ആവാലോ വേണമെങ്കിൽ. അപ്പോൾ Vയും 1 തന്നെയല്ലേ? അപ്പോൾ S ഈക്വൽ ടു V എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വന്നൂടെ? അങ്ങനെയാണെങ്കിൽ S ഈസ് ഓൾവേസ് ലെസ് ദാൻ V എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. S ഈക്വൽ ടു V വരാം വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ട്രിക്ക് യൂസ് ചെയ്തും ചെയ്യാം. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ നെയ്തർ ആണ് ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. ഇവിടെ നിങ്ങൾക്കൊരു 5 കാണാൻ പറ്റുന്നില്ലേ?
5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഏതെങ്കിലും നമ്പറിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത യൂണിറ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 5. ഈവൻ നമ്പറിനെയാണ് നിങ്ങൾ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 × 5 10, യൂണിറ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. ഓഡ് നമ്പർ 3 × 5 15, ഓഡ് നമ്പറിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതെന്താ വരിക? 5 ആയിരിക്കും വരിക. 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഓഡ് നമ്പർ ആണെങ്കിൽ ഓഡ് നമ്പറാണ് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് ഡിജിറ്റ് 5 വരും, ഈവൺ ആണെങ്കിൽ 0 വരും. ഈ ഒരു കാര്യം ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ 5 അല്ലാതെ കിടക്കുന്ന എല്ലാ നമ്പറും എന്താ? ഓഡല്ലേ, എല്ലാം ഓഡ് വെച്ചല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓഡ് ഇൻറ്റു ഓഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ ഓഡ് നമ്പേഴ്സ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എൻ്റെ ആൻസർ വരുള്ളൂ ഓഡ് തന്നെ ആൻസർ വരുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഒരു ഓഡ് നമ്പറിനെയാണ് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓഡ് നമ്പറിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്താ ആൻസർ വരിക? 5 ആണ് വരിക. അല്ലെങ്കിലും ഇവിടെ 0 ഓപ്ഷനിലില്ല. അപ്പോൾ എന്തായാലും 5 അല്ലേ വരിക. കാരണം 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 5 ആൻസർ. അതിൽ 0 ഓപ്ഷനിലില്ലല്ലോ. അപ്പം പിന്നെ 5 തന്നെ ആയിരിക്കും. ഒറ്റയടിക്ക് ഓഡ് പോലും ചെക്ക് ചെയ്യേണ്ട, നേരെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് പിക്ക് ചെയ്ത് ചെയ്യണമായിരുന്നു. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈസി ആയിട്ടുള്ള. അപ്പോൾ അതാണ് നിങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ടൈം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതിയായിരുന്നു. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25th ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പർ. ഹൗ മെനി ഓഫ് ദം, കേട്ടോ എത്ര എണ്ണം ഉണ്ട്, ആർ നോട്ട് ഡിവിസിബിൾ ബൈ എനി വൺ ഓഫ് 2, 3, 5, 7, 9. ഇത് ആക്ച്വലി എന്താ ചോദിച്ചത്? ഇവിടെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് ചോദിക്കേ. ഹൗ മെനി ഓഫ് ദം ആർ നോട്ട് ഡിവിസിബിൾ ബൈ ഈ 2ഉം 3ഉം 5ഉം 7ഉം 9ഉം വെച്ച് ഓക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. 1 എന്തായാലും വരും. 1 ഈ 4 വെച്ചും ഡിവിസിബിൾ അല്ല. ഓക്കെ 1 അവിടെ കിടക്കട്ടെ. 2 വരില്ല, 3 വരില്ല, 4 വരില്ല. ഇനി ഈവൻ നമ്പേഴ്സ് ഒന്നും വരില്ലല്ലോ, കാരണം 2ൻ്റെ മൾട്ടിപ്പിളേഴ്സ് ആണ്. 7 ഓക്കെ, പിന്നെ 8, 9, 10 വരുമോ? ഇല്ല. ഇനി അടുത്ത ആരാ വരിക? അപ്പോൾ 11 ആയിരിക്കും വരിക. 11 പ്രൈം അല്ലേ, ഇതൊന്നും വെച്ച് ഡിവിസിബിൾ അല്ല. പിന്നെ അടുത്ത വരിക 13 ആയിരിക്കും. 15 വരുമോ? 15 വരില്ല, കാരണം 5 വെച്ച് ഡിവിസിബിൾ ആണ്. 15 വരില്ല. അടുത്ത ആരാ വരിക? 17 ആയിരിക്കും വരിക. അടുത്ത 19 ആയിരിക്കും വരിക. അപ്പോൾ ആക്ച്വലി ഇവിടെ ചോദിച്ചത് എന്താ? ഇവിടെ ആക്ച്വലി ചോദിച്ചത് 100 വരെയുള്ള പ്രൈം നമ്പർ എണ്ണിയാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 എണ്ണണം. പ്രൈം നമ്പർ എണ്ണിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2, 3, 5, 7 എടുക്കാൻ പാടില്ല. ഇതും പ്രൈം നമ്പേഴ്സാണ്, പക്ഷേ അത് 2ഉം 3ഉം 5ഉം 7 വെച്ച് ഡിവിസിബിൾ ആയതുകൊണ്ട് അത് എടുക്കാൻ പാടില്ല. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് 100 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട് എന്ന് അറിയുമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കേണ്ടി വരും. ഇനി അങ്ങോട്ടുള്ള പ്രൈം നമ്പേഴ്സ് എല്ലാം എഴുതിയിട്ട് കൗണ്ട് ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ നമുക്ക് നോക്കാം. പ്രൈം നമ്പേഴ്സ്, ഇത് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ളതാണ്. പ്രൈം നമ്പേഴ്സ് വെച്ച് ക്വസ്റ്റ്യൻസ് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് പെട്ടെന്ന് ഏതൊക്കെയാണ്? അറ്റ്ലീസ്റ്റ് 100 വരെ, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുകയാണ്, അറ്റ്ലീസ്റ്റ് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ, അത് തന്നെയാണ് ഇവിടെ ചോദിച്ചതും ആക്ച്വലി. അപ്പോൾ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുക? അത് ചെയ്യാനൊരു ഐഡിയ ഉണ്ട്. 2ഉം 3ഉം ഒഴിച്ചുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും 6ൻ്റെ മൾട്ടിപ്പിളിൻ്റെ തൊട്ട മുന്നിലോ തൊട്ട ബാക്കിലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് 1 എന്തായാലും വരും. 1 പ്രൈം അല്ല, പക്ഷേ 1 വരുന്നത് അത് ഡിവിസിബിൾ അല്ലാത്തതുകൊണ്ടാണ്. നാച്ചുറൽ നമ്പറിൽ 1 വരും. പിന്നെ അടുത്തത് 11 വരിക എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് 13, 17, 19 ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. ഇനി അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പ്രൈം നമ്പർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അടുത്ത പ്രൈം നമ്പർ ഏതാണെന്ന് നോക്കിയാൽ അടുത്ത 6ൻ്റെ മൾട്ടിപ്പിൾ നോക്കുക. 24 6ൻ്റെ മൾട്ടിപ്പിളാണ്. അതിൻ്റെ തൊട്ട മുന്നത്തെ നമ്പർ ഏതാ? 23. അപ്പോൾ 23 പ്രൈം ആയിരിക്കും. അത് 24 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ? 25. പക്ഷേ 25 പ്രൈം അല്ല എന്ന് നമുക്കറിയാലോ, അപ്പോൾ അത് വിടാം. ഇനി അടുത്ത 6ൻ്റെ മൾട്ടിപ്പിൾ ഏതാ? 30. 30യുടെ തൊട്ട മുന്നേ ആരാ? 29. അത് പ്രൈം ആയിരിക്കും. 30 കഴിഞ്ഞിട്ടാരാ? 31. അത് പ്രൈം ആയിരിക്കും. 36ൻ്റെ തൊട്ട മുന്നേ 35, പക്ഷേ അത് പ്രൈം അല്ല എന്ന് നമുക്കറിയാം. 36 കഴിഞ്ഞിട്ട് 37, അപ്പം പ്രൈം ആയിരിക്കും. അടുത്തത് 42, അപ്പോൾ 41 പ്രൈമാണ്, 43 പ്രൈമാണ്. അടുത്ത 6ൻ്റെ മൾട്ടിപ്പിൾ 48, അതിൻ്റെ മുന്നേ 47 പ്രൈം ആയിരിക്കും. 48 കഴിഞ്ഞിട്ട് 49 ഒബ്വിയസ്ലി നമുക്കറിയാം പ്രൈം അല്ലാന്ന്, അപ്പോൾ അത് എഴുതണ്ട. അടുത്ത 6ൻ്റെ മൾട്ടിപ്പിൾ 54, അതിൻ്റെ മുന്നേ 53 വരും. അത് കഴിഞ്ഞിട്ട് 55 പ്രൈം അല്ലാന്ന് നമുക്കറിയാം, അത് വിടാം. അടുത്ത 6ൻ്റെ മൾട്ടിപ്പിൾ ഏതാ? 60, അതിൻ്റെ മുന്നേ 59, 60 കഴിഞ്ഞാൽ 61. ഇനി 66ൻ്റെ മുന്നേ 65 പ്രൈം അല്ല, 67 പ്രൈമാണ്. അടുത്തത് 72, 71ഉം 73ഉം അപ്പം പ്രൈമാണ്. അടുത്തത് 78, 77 പ്രൈം അല്ല എന്നറിയാം, അപ്പോൾ 79 പ്രൈം ആയിരിക്കും. അടുത്തത് 84, അതിൻ്റെ മുന്നേ 83 പ്രൈം ആയിരിക്കും. 85 എന്തായാലും പ്രൈം അല്ല. അടുത്തത് 90, 90ൻ്റെ മുന്നേ 89, 90 കഴിഞ്ഞിട്ട് 91 പ്രൈമാണോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, 91 എന്താണ് നിങ്ങൾക്ക് എപ്പോഴും തെറ്റാൻ സാധ്യതയുള്ള നമ്പറാണ്. കാരണം 91 നമുക്കിങ്ങനെ ഒബ്വിയസ്ലി പ്രൈം അല്ല എന്ന് പറയാൻ പറ്റില്ല. കുറച്ചൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. 91 എന്ന് പറഞ്ഞാൽ 13 × 7 ആണ്. അത് പ്രൈം അല്ല, 7ൻ്റെ മൾട്ടിപ്പിളാണ് 91. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. 7ൻ്റെയും 13ൻ്റെയും മൾട്ടിപ്പിളാണ് 91. അപ്പോൾ 91 പ്രൈം അല്ല. 91 ഇവിടെ എടുക്കാൻ പറ്റില്ല, കാരണം 7ൻ്റെ മൾട്ടിപ്പിളാണ്, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് അടുത്ത 6ൻ്റെ മൾട്ടിപ്പിൾ 96 ആണ്. അതിൻ്റെ മുന്നേ 95 എന്തായാലും പ്രൈം അല്ല, 97. ഇത്രയായിരിക്കും പ്രൈം നമ്പർ. ഇതെണ്ണിയാൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22. 22.
ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ എത്ര പ്രൈം നമ്പർ 100 വരെ മൊത്തം 25 പ്രൈം നമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ, ഇതെല്ലാവർക്കും അറിയണമെന്നില്ല, 100 വരെ മൊത്തം 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അതിൽ 2ഉം 3ഉം 5ഉം 7ഉം കുറയ്ക്കണം. കാരണം അത് ഇതിൽ വരില്ലല്ലോ, കാരണം ഇത് വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പം ആ 4 കുറച്ച് 21 ആയി. പിന്നെ പക്ഷേ 1 കൂട്ടാൻ മറക്കരുത്. 1 പ്രൈം അല്ലല്ലോ, 1 കൂട്ടണ്ടേ? കാരണം 1 പ്രൈം അല്ല, പക്ഷേ ഇതിൽ 1 ആൻസർ ആയിട്ട് വരും. അപ്പോൾ കാരണം 1 ഇതൊന്നും വെച്ച് ഡിവിസിബിൾ അല്ല. അപ്പോൾ 1 കൂടി ആഡ് ചെയ്യുമ്പോൾ 22. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ മൊത്തം 25 പ്രൈം നമ്പേഴ്സ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, 100 വരെ 25 പ്രൈം നമ്പേഴ്സ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ? മാക്സിമം വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ എപ്പോഴാണ് വരിക? എക്സും വലുതാകുമ്പോൾ വൈയും വലുതാകുമ്പോഴാണ് എക്സ് പ്ലസ് വൈ വലുതാവുക. അപ്പോൾ എക്സ് പ്ലസ് വൈൻ്റെ മാക്സിമം വാല്യൂ എപ്പോഴാണ് വരിക? ഇതിൽ മാക്സിമം എക്സിന് എന്ത് കൊടുക്കാം? എക്സിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ഇവിടെ 8 അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. അപ്പോൾ മാക്സിമം 8 വരിക. അപ്പോൾ എക്സിന് ഞാൻ 8 കൊടുത്തു. വൈക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്തായിരിക്കും? 7 ആയിരിക്കും. അപ്പോൾ എക്സ് പ്ലസ് വൈൻ്റെ മാക്സിമം വാല്യൂ 15 ആണ്. ഇനി എക്സ് മൈനസ് വൈൻ്റെ മിനിമം വാല്യൂ എന്താ? എക്സ് മൈനസ് വൈ എപ്പോഴാണ് മിനിമം ആവുക? എക്സ് വളരെ ചെറുതും വൈ വളരെ വലുതും ആവുമ്പോഴാണ് എക്സ് മൈനസ് വൈ ചെറുതാവുക, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എക്സ് വളരെ ചെറുതായി, 1 ആയി എന്ന് വിചാരിച്ചോ. 1 അല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. വൈ ഭയങ്കര വലുതായി, ഒരു 10 ആയി എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു 100 ആയി എന്ന് വിചാരിച്ചോ. അപ്പോൾ അതിനനുസരിച്ച് ഇത് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ചെറിയ വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ എക്സ് മൈനസ് വൈൻ്റെ വാല്യൂ എപ്പോഴാണ് മിനിമം ആവുക? എക്സ് വളരെ ചെറുതും വൈ വളരെ വലുതും ആകുമ്പോഴാണ്. അപ്പോൾ എക്സിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ വാല്യൂ ഇതിനകത്ത് ഏതാ വരിക? എക്സിന് ഏറ്റവും ചെറിയ വാല്യൂ 4 ആണ്. 4 മൈനസ് വൈക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ വാല്യൂ 7 ആണ്. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈയുടെ ഏറ്റവും ചെറിയ വാല്യൂ -3 ആണ്, അല്ലേ? അപ്പോൾ എന്ത് വരും ആൻസർ? ഇതിൻ്റെ റേഷ്യോ ചോദിച്ചു. അപ്പോൾ 15/-3 -5 എന്നാണ് കിട്ടുക. അപ്പോൾ -5 എന്ന് പറയുമ്പോൾ ആൻസർ എന്താ? ഡി ആണ്. ഓക്കെ, അപ്പോൾ -5 ആൻസർ വരിക. അപ്പം ഡി ആണ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് പി ആൻഡ് കെ ബി പ്രൈം നമ്പേഴ്സ്. പിയും കെയും പ്രൈം നമ്പേഴ്സ് ആണ്. p² പ്ലസ് കെ ഈസ് ഓൾസോ എ പ്രൈം നമ്പർ ലെസ് ദാൻ 30 ആണ്. ലെസ് ദാൻ 30 ആണ്. അപ്പോൾ 30ലും കുറവായിരിക്കണം p² പ്ലസ് കെ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വരും. നിങ്ങളൊന്ന് ഓർത്തേ, പി എന്തായാലും പ്രൈം നമ്പറാണ്. ഓക്കെ, അപ്പോൾ പി ഇപ്പം 1 ആണെന്ന് വിചാരിച്ചോ. പി 1 ആണെങ്കിൽ, സോറി 1 വരില്ല, p2 ആണെന്ന് വിചാരിക്കാം. 2 ആണല്ലോ പ്രൈം നമ്പർ. p2 ആണെങ്കിൽ p² 4 വന്നു. അപ്പോൾ p² പ്ലസ് കെ ലെസ് ദാൻ 30 ആയിരിക്കണം. p3 ആണെങ്കിൽ 3² 9 ആണ്. അപ്പോൾ 9 പ്ലസ് കെ ലെസ് ദാൻ 30 ആയിരിക്കണം. p4 വരുമോ? 4 പ്രൈം നമ്പർ അല്ല, വരില്ല. p5 ആണെങ്കിലോ? 5² 25 പ്ലസ് കെ ലെസ് ദാൻ 30 ആണ്. അടുത്ത പ്രൈം നമ്പർ 7 ആണ്. p7 വരുമോ? ഇല്ല, കാരണം p² അപ്പോൾ 49 ആയിപ്പോയി. 30ൽ താഴെ ആയിരിക്കണം p² പ്ലസ് കെ, അപ്പോൾ ഒരിക്കലും വരില്ല. അപ്പോൾ പിൻ്റെ വാല്യൂ 2, 3, 5 ഇതിലേതെങ്കിലും ഒന്നാണ് വരിക. ഓക്കെ, ഇനി കെൻ്റെ വാല്യൂ അപ്പോൾ ഏതൊക്കെ വരാൻ പറ്റും നോക്കാം. നമ്മളപ്പോൾ ഇവിടെ എല്ലാ പ്രൈം നമ്പേഴ്സും ഒന്ന് എഴുതി നോക്കാം. നമുക്ക് 30ൻ്റെ താഴെ വരെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സ് ഞാൻ ചുമ്മാ എഴുതാൻ വിചാരിച്ചു. 2, 3, 5, 7, 11, 13, 17, 19, പിന്നെ 23, പിന്നെ 29. ഇത്രയാണ് 30യുടെ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 4 പ്ലസ് കെ ചെയ്യുമ്പം ലെസ് ദാൻ 30 വരണം. അതൊരു പ്രൈം നമ്പറും ആയിരിക്കണം. അപ്പോൾ 4 പ്ലസ് 2 ഒന്ന് ചെയ്ത് നോക്കിയേ. 4 പ്ലസ് 2 ഒന്ന് ചെയ്ത് നോക്കിയേ. 4 പ്ലസ് 2 6 പ്രൈം അല്ല. 4 പ്ലസ് 3 7. അപ്പോൾ 4 പ്ലസ് 3 അതൊരു പോസിബിലിറ്റി ആണ്. അപ്പോൾ കെൻ്റെ വാല്യൂ നമുക്കിപ്പോൾ 3 കിട്ടി. ഓക്കെ, ഇനി അടുത്ത 5 ഇട്ട് നോക്കിയേ. 4 പ്ലസ് 5 9 അല്ല. 4 പ്ലസ് 7 11 വരുന്നുണ്ട്. അപ്പോൾ കെ ഈക്വൽ ടു 7 വരാം. 4 പ്ലസ് 11 15. 4 പ്ലസ് 13 17. അപ്പോൾ 13 വരാം. 17 ഒരു പ്രൈം നമ്പർ അല്ലേ? 4 പ്ലസ് 17 21 പ്രൈം അല്ല. 4 പ്ലസ് 19 23 പ്രൈം ആണ്. അപ്പോൾ കെൻ്റെ വാല്യൂ 19 വരാം. 4 പ്ലസ് 23 27 പ്രൈം അല്ല. 4 പ്ലസ് 29 ചെയ്യുമ്പോൾ 30യുടെ മേലെ പോകും. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ ഇത്രയും വാല്യൂസ് കെയിന് ഈ ഒരു p2 ആകുമ്പോൾ കെയിന് ഇത്രയും വാല്യൂസ് പറ്റുന്നുണ്ട്. ഇനി p3 ആകുമ്പോഴോ 9 പ്ലസ് കെ ലെസ് ദാൻ 30 ആയിരിക്കണം. അപ്പോൾ കെയിൻ്റെ വാല്യൂ ഒന്ന് കൊടുത്തു വയ്ക്കുക. ആക്ച്വലി ഇത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, ഇതൊരു ഓഡ് നമ്പറാണ്. പ്രൈം നമ്പർ 2 കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രൈം നമ്പറും എന്താണ്? ഓഡായിരിക്കും. അപ്പോൾ ഇതൊരു ഓഡ് നമ്പറാണ്. ഓടും കൂട്ടിയാൽ എപ്പോഴും ഈവണായി വരും. ഓടും കൂട്ടിയാൽ 1 + 1 2 അല്ലേ? അപ്പോൾ ഓടും കൂട്ടിയാൽ എപ്പോഴും ഈവണായി വരും. അപ്പോൾ കെ എന്തായാലും ഒരു ഈവൺ നമ്പർ ആയിരിക്കണം. എന്നാലേ ഇതൊരു ഓഡ് നമ്പർ 9 പ്ലസ് ഈവൺ ചെയ്താലേ ഓഡ് വരുള്ളൂ. എന്നാലേ അതൊരു പ്രൈം നമ്പർ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2 മാത്രമേ പറ്റൂ. നിങ്ങളെല്ലാം ഇട്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം 9 + 5 ചെയ്താൽ 14 ഈവൺ ആണ്, ഒരിക്കലും പ്രൈം വരില്ല. 9 + 7 ചെയ്താൽ 16 ഈവൺ ആണ്, ഒരിക്കലും പ്രൈം വരില്ല. അപ്പോൾ ആകെ 2 ഇട്ടാൽ മാത്രമേ ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. 9 + 2 11 വരുന്നുണ്ട്, ഓക്കെയാണ്. അപ്പോൾ കെയിൻ്റെ വാല്യൂ 2 പറ്റും. ഓക്കെ, ഇനി 25 വന്നു. അപ്പോൾ അത് മാത്രമേ അവിടെ പറ്റൂ. ഇനി p = 5 ആകുമ്പോൾ 25 + k ലെസ് ദാൻ 30 ആയിരിക്കണം. അപ്പോൾ കെയിൻ്റെ വാല്യൂ ഞാൻ 2 ഇട്ടു.
പറ്റുമോ? 27 പ്രൈം അല്ല. കെൻ്റെ വാല്യൂ ഞാൻ 3 ഇട്ടു, 28 പ്രൈം അല്ല. കെൻ്റെ വാല്യൂ ഞാൻ അഗെയിൻ നിങ്ങൾക്ക് ഇത് ഓർത്താൽ മതി, ഇതും ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഇതെന്തായാലും ഈവൻ വന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ 2 മാത്രമേ പറ്റുള്ളൂ. 25 + 2 27 എന്താ അല്ല, പ്രൈം അല്ല. അപ്പം പിന്നെ അതൊന്നും ഇതിലൊരു പോസിബിലിറ്റിയും വരില്ല ഇതിൽ. അപ്പോൾ ആകെ ഇത്രയും വാല്യൂസാണ് കെയിന് പറ്റുക. 1 2 3 4 5 5 വാല്യൂസാണ് പറ്റുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ 5 അവിടെ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദർ ആർ n സെറ്റ്സ് ഓഫ് നമ്പേഴ്സ് ഹാവിങ് ഓൺലി 3 പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, ആ ഒരു സെറ്റിൽ 3 പോസിറ്റീവ് ഇൻറ്റിജറാണ് വരിക. LCM 1001 HCF 1. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിലിരുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ എപ്പോഴും ക്ലാസ് പറയാറുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്പറാണ് 1001 എന്ന് പറഞ്ഞത്. 1001 എന്ന് പറഞ്ഞാൽ എന്താ? ഇടയ്ക്കിടയ്ക്ക് UPSC എന്നെ യൂസ് ചെയ്യും, പല എക്സാംസിൽ യൂസ് ചെയ്യുന്നൊരു നമ്പറാണ്. 1001 എന്ന് പറഞ്ഞാൽ 7 × 11 × 13 ആണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിവിടെ ഓർക്കണം, 7 × 11 × 13. അപ്പോൾ ഈ 3 നമ്പർ 7ഉം 11ഉം 13 ആണെങ്കിൽ അതിൻ്റെ HCF എന്തായാലും 1 വരൂ, കാരണം അവർ തമ്മിൽ കോമൺ ആയിട്ട് ഒന്നുമില്ല. അതേപോലെ LCM എന്താ വരിക? 7 × 11 × 13 ആയിരിക്കും. ഇനി ഇതേപോലെ വേറെ ഏതൊക്കെ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ 7 × 11 എടുത്തു ഒരു നമ്പർ, എന്ന് വെച്ചാൽ 77 ഒരു നമ്പറായിട്ട് എടുത്തു. മറ്റേത് ഞാൻ 7 11 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ HCF എന്താ? ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് വേണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 7 ഇതിലും കോമൺ ഉണ്ട്, പക്ഷേ ഇതിലില്ല. 11 ഇതിലും കോമൺ ഉണ്ട്, പക്ഷേ ഇതിലില്ല. അപ്പോൾ ഇവിടെ HCF 1 വരിക. LCM 7 × 11 × 13 ആയിരിക്കും വരിക. അപ്പോൾ ഇതൊരു നമ്പറാണ്. അതേപോലെ 7 × 11 7 13 കൊടുത്താൽ പറ്റും. 7 × 11 പിന്നെ അതേപോലെ നമ്മളിവിടെ കൊടുക്കാത്ത ഏതാ? 11 13 കൊടുത്താൽ പറ്റും. ഇതൊക്കെ കുറേ പോസിബിലിറ്റീസ് അപ്പം നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ 13 × 11 7 13 എന്ന് കൊടുക്കാം. 13 × 11 7 11 എന്ന് കൊടുക്കാം. 13 × 11 11 13 എന്ന് കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഇവിടെ പറ്റും. ഈവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 7 × 11 × 13 7 13 എന്നൊക്കെ കൊടുത്താലും HCF 1ഉം LCM 7 × 11 × 13 ആണ് വരിക, അല്ലേ? ഇതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? കോമൺ ആയിട്ട് 3ലും കോമൺ ആയിട്ട് ഇതിലും 7 ഉണ്ട്, പക്ഷേ ഇതിൽ 7 ഇല്ല. ഇതിലും 13 ഉണ്ട്, പക്ഷേ ഇതിൽ 13 ഇല്ല. അപ്പോൾ ഇതിൽ ഒരുപാട് നമ്പേഴ്സ് പറ്റും, കുറേ നമ്പേഴ്സ് പറ്റും. അപ്പോൾ എന്തായാലും മോർ ദാൻ 8 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അത് മോർ ദാൻ 8 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. PQRBA 3 ഡിജിറ്റ് നമ്പർ, PPTBA 3 ഡിജിറ്റ് നമ്പർ, PSBA 2 ഡിജിറ്റ് നമ്പർ, PQRST ഡിസ്റ്റിങ്ക്റ്റ് ആണ്, നോൺ സീറോ ആണ്. സീറോ എടുക്കാൻ പറ്റില്ല, ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ഡിഫറൻ്റ് ആണ്. ഫർദർ ഇതിൽ പറയുന്നുണ്ട് PQR - PS ചെയ്യുമ്പം നമുക്ക് PPT കിട്ടണം എന്ന് പറയുന്നുണ്ട്. Q3 ആണെന്ന് പറയുന്നുണ്ട്, T<6 ആണെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് പ്ലേസ് വാല്യൂ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. PQR എന്ന് പറയുമ്പം 100P + 10Q + R എന്ന് എഴുതാൻ പറ്റും. മൈനസ് PS-നെ 10P + S എന്ന് എഴുതാം. അപ്പോൾ 10P + S ഇസ് ഈക്വൽ ടു 100P + 10P + T എന്നായി മാറി. ഇനി ഇതിൽ നോക്കുമ്പം 100P ഇവിടെയുണ്ട്. അപ്പോൾ അത് ഞാൻ രണ്ട് സ്ഥലത്തും ക്യാൻസൽ ചെയ്തു. ഓക്കെ, അത് രണ്ട് സ്ഥലത്തും നമ്മൾ ക്യാൻസൽ ചെയ്തു. 10Q Q3 ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ 10Q 30 + R - 10P - S ഇസ് ഈക്വൽ ടു 10P + T എന്നായി മാറി. ഇനി ഞാൻ R - S ഇവിടെ വെച്ചു, -10P ഇങ്ങോട്ട് കൊണ്ടുപോയി, 10P + 10P 20P + T, ഈ 13 അങ്ങോട്ട് കൊണ്ടുപോയി -30. ഇങ്ങനെയായി മാറുന്നുണ്ട്. R - S ഇസ് ഈക്വൽ ടു 20P + T -30. ഇനി Tൻ്റെ വാല്യൂ <6 ആണ്. T എന്തായാലും ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ Tക്ക് ഏതൊക്കെ വാല്യൂ വരാം? 1 2 3 4 5 ഇത്രയും വാല്യൂ. സീറോ കൊടുക്കാൻ പറ്റില്ല, നോൺ സീറോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1 2 3 4 5 ആയിരിക്കും Tന് വരുന്ന വാല്യൂസ്. ഓക്കെ ആണല്ലോ. Tനൊന്ന് ജസ്റ്റ് ഒന്ന് 1 ഇട്ട് നോക്കിയേ. അപ്പോൾ R - S ഈസ് ഈക്വൽ ടു 20P. T 1 ആണെങ്കിൽ 1 - 30 -29 എന്നായി. ഇനി അതേപോലെ R - S ഈക്വൽ ടു Tക്ക് 2 ഇട്ടാൽ 20P -28 എന്നാവും. R - S ഈസ് ഈക്വൽ ടു Pക്ക് 3 ഇട്ടാൽ 20P -27. ഇങ്ങനെയാണ് പോകുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? R - S എന്ന് പറഞ്ഞാൽ എന്താ? R S ഓരോ ഡിജിറ്റ്സ് ആണ്. ആ ഡിജിറ്റ്സിൻ്റെ ഡിഫറൻസ് ആണ് R - S. അപ്പോൾ R - Sൻ്റെ വാല്യൂ മാക്സിമം എത്രയേ വരുള്ളൂ? അപ്പം ഇതിപ്പോൾ 1ഉം 9ഉം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതല്ലേ ഡിജിറ്റ്സിൻ്റെ. അപ്പോൾ ഇപ്പോൾ Rന് ഞാൻ 9ഉം Sന് ഞാൻ 1ഉം കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ മാക്സിമം R - Sൻ്റെ വാല്യൂ 8 ആണ്. 8ൻ്റെ വാല്യൂ ഒരിക്കലും R - Sൻ്റെ വാല്യൂ പോവില്ല. ഇപ്പം ഞാനിവിടെ Pക്ക് 1 കൊടുത്തു എന്ന് വിചാരിച്ചോ. Pക്ക് 1 കൊടുത്തു. Pക്ക് 1 കൊടുക്കുമ്പോൾ 20 - 29 ഇത് തിരിച്ചും വരാം കേട്ടോ. 1 - 9 എന്നുള്ള രീതിയിലും വരാം. അപ്പോൾ Pക്ക് 1 കൊടുക്കുമ്പോൾ ഓക്കെ ആണ്. P ഇവിടെ 1 ആണെങ്കിൽ 20 - 29 വേണമെങ്കിൽ വരാം. ഇനി ഇവിടെയൊക്കെ Pക്ക് 1 കൊടുത്താൽ ഓക്കെ ആണ്, പോസിബിലിറ്റി ഉണ്ട്. അപ്പം നെഗറ്റീവ് ആണെങ്കിലും
കുഴപ്പമില്ല, കാരണം ഞാനിപ്പോൾ 1 - 9 r - s 1 - 9 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവും വരാം, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഞാൻ പിക്ക് 2 കൊടുത്താൽ എന്താ സംഭവിക്കുക? പിക്ക് ഞാൻ 2 കൊടുത്താൽ ഇവിടെ എന്തായി മാറി? 40 - 29 11 ആയി മാറി. അതൊരിക്കലും സംഭവിക്കില്ല അല്ലേ? ഇനി ഈ കേസിൽ പിക്ക് ഞാൻ 2 കൊടുത്താൽ 40 - 28 12, അപ്പോൾ അടുത്ത 13, ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ഇനി അങ്ങോട്ട് പിക്ക് വലിയ വലിയ വാല്യൂസ് 2 3 4 എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ r - s വാല്യൂ 10ലും കൂടുതലായിട്ടാണ് വരുന്നത്, അല്ലെ 9ലും കൂടുതലായിട്ടാണ് വരുന്നത്. അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് പി എന്തായാലും 1 ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ടീൻ്റെ വാല്യൂ ഇതൊക്കെയാണ് വരിക, ക്യൂവിൻ്റെ വാല്യൂ 3 ആണ് വരിക, പി 1 ആണെന്നും കിട്ടി. അപ്പോൾ പി 1 ആണ്, ക്യൂ 3 ആണെങ്കിൽ ടീൻ്റെ വാല്യൂ എന്ത് വരില്ല? 1ഉം 3ഉം എനിക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലേ? കാരണം എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ. അപ്പോൾ ടീൻ്റെ വാല്യൂ 1 വരില്ല, 2 വരും, 3 വരില്ല, കാരണം 3 ഓൾറെഡി നമ്മൾ ക്യൂവിന് യൂസ് ചെയ്തിട്ടുണ്ട്. 4 5 ഈ 3 വാല്യൂ ആണ് ടീക്ക് പറ്റുക. ഇത് വെച്ചിട്ട് നമ്മളൊരു എത്ര പോസിബിലിറ്റി ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് പി ക്യു ആർ മൈനസ് പി എസ് പി പി ടി ആണ്. പി എന്താ 1 ആണ്, ക്യൂ 3 ആണ്, ആർ നമുക്കറിയില്ല. അപ്പോൾ 1 3r മൈനസ് പി 1 ആണ് പി എസ്. എസ് ഇസ് ഈക്വൽ ടു 1 1 ടി എന്ന് കിട്ടണം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓരോ വാല്യൂസ് എന്ത് ചെയ്യേണ്ടി വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്, ഓക്കെ. ഇവിടെ 3 ആണ്, 3 - 1 ചെയ്യുമ്പോൾ 1 കിട്ടണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടുന്ന് 1 ഞാൻ ഇങ്ങോട്ട് കടം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 2 ആയി മാറും, 2 - 1 1 വരും. അപ്പോൾ ശരിക്ക് നിങ്ങൾ നോക്കിയേ, 1r മൈനസ് എസ് എന്ത് വരണം? നമുക്ക് ടി കിട്ടണം. 1r മൈനസ് എസ് നമുക്ക് ടി കിട്ടണം. ഈ ഒരു ഇതൊന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 1 എന്തായാലും ഇങ്ങോട്ട് കട എടുത്തിട്ടുണ്ടാവും, നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ 1r മൈനസ് എസ് എന്ത് കിട്ടണം? ടി കിട്ടണം. ഓക്കെ, അപ്പോൾ എന്താണ്? 1r മൈനസ് എസ് നമുക്ക് ടി കിട്ടണം. ടിക്ക് ഏതൊക്കെ വാല്യൂ പറ്റുക? 2ഉം 4ഉം 5ഉം ആണ് പറ്റുക. അപ്പോൾ ഞാൻ ടിക്ക് ഇപ്പോൾ 2 ഇടുക എന്ന് വിചാരിച്ചോ. അപ്പോൾ ടി 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1r മൈനസ് എസ് എന്ത് വരണം? 2 കിട്ടണം. അങ്ങനെ ഏതൊക്കെ പറ്റും? ആറിനും എസിന് ഏതൊക്കെ വാല്യൂ കൊടുത്താൽ പറ്റും എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആറിന് ഞാൻ 9 കൊടുക്കുക എന്ന് വിചാരിച്ചോ. ഓക്കെ, ആറിന് ഞാൻ 9 കൊടുക്കുകയാണ്. എസിന് ഞാനിപ്പം 7 കൊടുക്കുക എന്ന് വിചാരിച്ചോ. അപ്പം 19 - 7 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുന്നുണ്ട്? 2 കിട്ടുന്നുണ്ട് അല്ലേ? 19 - 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ 19 - 7 ആയിരുന്നേ, സോറി. അപ്പം 19 - 7 ചെയ്ത 2 അല്ല 12 ആണ് കിട്ടുക അല്ലേ? അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല, 9ഉം 7ഉം എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ 19 - 7 ചെയ്ത 2 അല്ല 12 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ 1r മൈനസ് എസ് എന്ത് കിട്ടണം? നമുക്ക് 2 കിട്ടണം. അപ്പോൾ ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട് എന്നൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിപ്പം 1rന് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു 2 കൊടുക്കുകയെന്ന് വിചാരിച്ചോ. 12 - 10 ചെയ്താലാണ് 2 കിട്ടുക. ഒരിക്കലും എസിൻ്റെ വാല്യൂ എന്തേ വരുള്ളൂ? എന്തായാലും ലെസ് ദാൻ 10 ആയിരിക്കണം. അപ്പോൾ എസിൻ്റെ വാല്യൂ നമുക്ക് ഓരോന്ന് ചുമ്മാ ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഒരിക്കലും R2 വരില്ല, കാരണം R2 വന്നാൽ 1r മൈനസ് എസ് എന്തേ വരുള്ളൂ? 1r മൈനസ്, അപ്പോൾ ആറിന് 2 കൊടുത്താൽ ഇവിടെ 10 വന്നാലേ 2 വരുള്ളൂ അല്ലേ? അപ്പോൾ അത് വരില്ല. അപ്പോൾ ഞാൻ എസിന് 9 കൊടുക്കുകയെന്ന് വിചാരിച്ചോ. എസ് ഈസ് ഈക്വൽ ടു 9 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആറിന് 11 - 9 2. പക്ഷേ ആറിന് 1 കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം എന്താ? ആറിന് 1 കൊടുക്കാൻ പറ്റാത്ത എന്താ? ആറിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾ ഓൾറെഡി പീനെ 1 കൊടുത്തു, അപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല അല്ലേ? ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ വേണമെങ്കിൽ എസിന് എന്ത് കൊടുക്കാം? 8 കൊടുക്കാം. അപ്പം നമുക്ക് കിട്ടും 8 ആണെങ്കിൽ ഇതെന്ത് വരണം? 10 - 8 ആണ് 2 വരിക. അപ്പോൾ ആറിന് 0 കൊടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പം നമുക്ക് എസിന് 7 കൊടുത്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? 7 ആണെങ്കിൽ 7 + 2 വരണം, അപ്പോൾ 9 വരണം. അതും പറ്റില്ല അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് ഒന്നും വരില്ല ഇവിടെ. അപ്പോൾ ടീന് 2 വരുന്ന പോസിബിലിറ്റി ഒന്നും വരില്ല, കാരണം ടീന് 2 ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നിനും പോസിബിളായിട്ട് നമുക്ക് വരുന്നില്ല. എല്ലാം വരുമ്പം ഇതിലേക്ക് എന്താ കൂടിയാണ് വരുന്നത്. അപ്പോൾ 2 വരില്ലായിരിക്കും. ഇനി അടുത്ത നമുക്ക് 1r മൈനസ് എസ് ടീക്കിന് എന്ത് വരാം? 4 വരാമല്ലോ. 4 ഇട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ 4 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഇപ്പോൾ ഞാനിവിടെ എസിന് 8 കൊടുക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ 8 കൊടുക്കുകയാണെങ്കിൽ 12 - 8 എന്താണ്? 4 വരുന്നുണ്ട്. ഓക്കെയാണ്. ഇനി ആറിന് 1 കൊടുക്കാൻ പറ്റില്ല, കാരണം 1 കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ സാധനം പോകും. 2 കൊടുത്തു, 2 കൊടുത്തപ്പോൾ 8 കിട്ടിയപ്പം വന്നിട്ടുണ്ട്. ഇനി 3 കൊടുക്കുകയാണെങ്കിലോ? 3 കൊടുക്കുകയാണെങ്കിൽ 9 കൊടുത്താൽ 4 വരില്ലേ? അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ആറിന് 2 കൊടുത്തപ്പം ഓക്കെയാണ്, ആറിന് 3 കൊടുത്തപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഈ കേസിൽ എസ് 8 ആണ് വരുന്നത്, ഇവിടെ എസ് 9 ആണ്. നിങ്ങൾ ആ ഡിസ്റ്റിങ്ക്റ്റ് ആണോ എന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി 1ഉം 3ഉം യൂസ് ചെയ്യുന്നുണ്ട്, അതല്ലാത്ത വരണം. പിന്നെ ഇവിടെ 4ഉം യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതല്ലാത്ത സാധനങ്ങൾ വരണം. ഇവിടെ ഓക്കെയാണ്, 2 8 ആണ്. അപ്പോൾ 2 8 RSന് 2 8 പറ്റും, അതേപോലെ 3 9ഉം പറ്റും.
ഇനിയിപ്പോൾ ഞാൻ 14 ആണ് ഇടുന്നതെങ്കിൽ ഇവിടെ 10 ആയാലേ ഇത് 4 വരുള്ളൂ. അപ്പോൾ അത് വരുമോ? 10 വരുമോ? ഇല്ല, അതൊരു ഡിജിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയായിരിക്കും 4 വരുമ്പോഴുള്ള പോസിബിലിറ്റി. ഇനി നമുക്ക് 5 വരുമ്പോഴുള്ള പോസിബിലിറ്റിയും കൂടി നോക്കണം. അപ്പോൾ 1r മൈനസ് എന്താണ് എസ് ചെയ്യുമ്പോൾ ടി വരണം. ഓക്കെ, ഇനി ഞാൻ ടിക്ക് അപ്പം 4 നമ്മൾ 2 നോക്കി 4 നോക്കി, ഇനി ടിക്ക് 5 കൂടി ഉണ്ട്. അപ്പോൾ ടിക്ക് ഞാൻ 5 ഇട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ ടിക്ക് 5 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അപ്പോൾ 6 1 പറ്റില്ല, 6ന് ഞാൻ 2 ഇടുകയാണ്. അപ്പോൾ 12 മൈനസ് 7 ചെയ്യുമ്പോൾ 5 ആണ്. അപ്പോൾ 2ഉം 7ഉം ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി 3 ഇടാൻ പറ്റുമോ? ഇല്ല, കാരണം ക്യൂക്ക് ഞാൻ 3 കൊടുത്തിട്ടുണ്ട്. 4 ഇട്ട് നോക്കാം. 14 മൈനസ് 9 ചെയ്യുമ്പോൾ 5 വരുന്നുണ്ട്. അപ്പോൾ 4ഉം 9ഉം ഇട്ടാൽ ഓക്കെയാണ്. ഇനി 6ന് 5 കൊടുക്കാൻ പറ്റുമോ? 15 മൈനസ് 9 ചെയ്താൽ എന്താ സംഭവിക്കുക? 15 മൈനസ് ആണെങ്കിൽ ഇവിടെ 10 വന്നാലേ 5 വരും. അപ്പോൾ ഇതൊരു ഡിജിറ്റാണ്, അത് വരില്ല. അപ്പോൾ ആക്ച്വലി ഇത്രയായിരിക്കും RSൻ്റെ പോസിബിലിറ്റീസ്. 2 8ഉം 3 9ഉം 4 9ഉം വരും. അപ്പോൾ അതായത് 3 പോസിബിലിറ്റീസ് ആണ് RS. അപ്പോൾ ഇതൊരു കുറച്ച് നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് കൺഫ്യൂസിങ് ഒക്കെയാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യരുത് നിങ്ങൾ ഒരിക്കലും എക്സാമിന്, ഇത് കുറച്ച് നല്ല ടൈം എടുക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. UPSC PYQസിലൊക്കെ PYQ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടാവും, വളരെ കോമൺ ആയിട്ട് UPSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് ഫസ്റ്റ് എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 18 എലമെൻറ്റ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 6 6 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ 6 6 6 6 6 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വിചാരിച്ചു. 1 2 3 4 5 6 ഇവിടെ ഒരു ഡിവിഷൻ കൊടുത്തു, ഇവിടെ ഒരു ഡിവിഷൻ കൊടുത്തു, ഇവിടെ ഒരു ഡിവിഷൻ കൊടുത്തു. ഇനി നിങ്ങൾ നോക്കുക, എന്തെങ്കിലും പാറ്റേൺ ചിലപ്പോൾ എന്തായിരിക്കും, ഒരേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യായിരിക്കും. അങ്ങനെ ഇവിടെ വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾ നോക്കിയേ, ഇവിടെ 3 C ഉണ്ട്. ഇവിടെ ഞാനൊരു സി ഇട്ട ഇവിടെ 3 C ആയി, ഇവിടെ ഒരു സി ഇട്ട ഇവിടെ 3 C ആയി. ഇനി നിങ്ങൾ നോക്കിയാൽ ഇവിടെ 2 B ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബി ഇട്ട അവിടെ 2 B ആയി, ഇവിടെ ഒരു ബി ഇട്ട 2 B ആയി. പിന്നെ സ്റ്റാർട്ടിങ് എ ആണ്, ഇവിടെ സ്റ്റാർട്ടിങ് എ ആണ്, ഇവിടെ സ്റ്റാർട്ടിങ് എ ആണ്. അപ്പോൾ ഇവിടെയും സ്റ്റാർട്ടിങ് എ ആയിരിക്കും. അപ്പോൾ ABBCCC എന്നുള്ള രീതിയിൽ A1 B2 C3 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ എന്താ ആൻസർ വരിക? ബി, ഈ ഓർഡർ നോക്കുക, BCBAC. അപ്പോൾ C ആണ് കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതൊക്കെ ചെയ്യാൻ നിൽക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് n സച്ച് ദാറ്റ് ഈ പറഞ്ഞ സാധനം ഡിവിസിബിൾ ബൈ 35⁻n ആയിരിക്കണം. ആക്ച്വലി 35⁻n എന്ന് പറഞ്ഞാൽ എന്താ? 7 × 5⁻n ആണ്. എന്ന് വെച്ചാൽ 7⁻n × 5⁻n എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ എത്ര 7 ഉണ്ടോ അത്ര 5 ഉണ്ടോ എന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. അതിൽ തന്നെ 35 വരണമെങ്കിൽ 35 എന്ന് പറഞ്ഞാൽ 7ൻ്റെയും 5ൻ്റെയും പെയർ വന്നാലേ ഒരു 35 വരും. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, 7 ഒരു 1000 എണ്ണം ഉണ്ട്, 5 പക്ഷേ 2 എണ്ണേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. എത്ര പെയർ ഉണ്ടാവും? 7ൻ്റെ 5ൻ്റെ 2 എണ്ണേ ഉണ്ടാവുള്ളൂ. കാരണം എത്താണോ കുറവ് അത് കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഏതാ അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരുപാട് 7 ഉണ്ട്. ഇവിടെ ഇത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 343 7³ ആണ്. ഇവിടെ 7 ഉണ്ട്. അപ്പോൾ 7 കുറേ എണ്ണം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്ര 5 ഉണ്ട് എന്ന് മാത്രം കൗണ്ട് ചെയ്താൽ മതി, അതായിരിക്കും ആൻസർ. അത് തന്നെയാണ് 7ൻ്റെ 5ൻ്റെ പെയർ വരിക. ഓക്കെ, ഇവിടെ എത്ര 5 ഉണ്ട്? ഇതിനകത്തും 5 ഉണ്ട്, ഇതിനകത്തും 5 ഉണ്ട് അല്ലേ, ബാക്കിയൊന്നിലും 5 ഇല്ല. അപ്പോൾ 385/5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 77 കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് വേറെ 5 ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് 385 ഒരു 5 ആണുള്ളത്. ഇനി 1000ൽ എത്ര 5 ഉണ്ട്? 1000ൽ ഇപ്പം ഞാൻ 5 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 200 എന്നായി. 200നെ വീണ്ടും 5 വെച്ച് ഡിവൈഡ് ചെയ്യലോ, അപ്പോൾ 40 ആയി. 40നെ വീണ്ടും 5 വെച്ച് ചെയ്യലോ, അപ്പോൾ 8 ആയി. ഇനി 5 ഇല്ല. അപ്പോൾ ഇതിനകത്ത് 3 5ഉം വരുന്നുണ്ട്. അപ്പോൾ മൊത്തം എത്ര 5 വന്നു? 1 2 3 4 5 വന്നു. അപ്പോൾ 7ൻ്റെ 5ൻ്റെ പെയറും 4 എണ്ണമായിരിക്കും ഉണ്ടാവുക, കാരണം 7 കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ 4 35 വരിക. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരിക? 4 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ എപ്പോഴും ഇത് UPSC ഒരു തവണ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ കുറഞ്ഞിട്ട് കൂടുന്ന സീരീസ് ആണെങ്കിൽ, ഇവിടെ കണ്ടോ 24 ആദ്യം ഇങ്ങനെ കുറഞ്ഞു, പിന്നെ 18 30 ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ കുറഞ്ഞിട്ട് കൂടുന്ന സീരീസ് ആണെങ്കിൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫ്രാക്ഷൻ ഇൻവോൾവ് ആണ് എന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ 24 × എന്തോ ചെയ്യുമ്പോൾ x കിട്ടുന്നു. ഇത് ആക്ച്വലി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ സെയിം എക്സാമ്പിളാണ്. ഇത് ഞാൻ ക്ലാസ് എടുത്ത ആൾക്കാർക്ക് അറിയാം, ഇത് സെയിം എക്സാമ്പിൾ ഞാൻ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും 24 × ½ ചെയ്യുമ്പം 12 കിട്ടും. 12 × 2/2 ചെയ്യുമ്പം 2/2 1 അല്ലേ, വീണ്ടും 12 കിട്ടും. ഇനി ഈ 12 × 3/2 ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 18 കിട്ടുക. ഈ 18 × 4/2 4/2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, 36 കിട്ടുക. 36 × 5/2 ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുക? 90 കിട്ടുക. മനസ്സിലായോ? അപ്പോൾ എന്താ വരിക? 24 × ½ 12 തന്നെയാണ് ആൻസർ വരിക. അപ്പോൾ 12 ആണ് ഇവിടുത്തെ ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിയും ക്യൂവും വാക്ക് അലോങ് എ സർക്കുലർ പാത്ത്, ദേ സ്റ്റാർട്ട് അറ്റ് 5 AM എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രം ദ സെയിം പോയിന്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ,
P walks at an average speed of 5 rounds per hour, Q 3 rounds per hour. അപ്പോൾ രണ്ടാളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ആക്ച്വലി അവരുടെ റിലേറ്റീവ് സ്പീഡായിട്ട് റിലേറ്റീവ് രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ടാളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ P 5 റൗണ്ട്സ് പെർ അവറും മറ്റേ ആൾ 3 റൗണ്ട്സ് പെർ അവറും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ രണ്ടാളുടെയും കൂടി റിലേറ്റീവ് ആയിട്ടുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ 8 റൗണ്ട്സ് പെർ അവർ ആണ്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താ? ആക്ച്വലി ഒരു റൗണ്ട് രണ്ടാളും കൂടെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചോ റിലേറ്റീവായിട്ട്, അപ്പോൾ അവർ മീറ്റ് ചെയ്യില്ലേ? അതായത് ഇയാൾ കുറച്ചിങ്ങനെ വന്നു, ഇയാൾ കുറച്ചിങ്ങനെ വന്നു, അപ്പോൾ രണ്ടാളും കൂടി മീറ്റ് ചെയ്യും. ഒരു റൗണ്ട് രണ്ടാളും കൂടെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും ഒരു മണിക്കൂറിൽ 8 റൗണ്ട് വരെ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 8 തവണ അവർ മീറ്റ് ചെയ്യുന്നുണ്ട് ഒരു മണിക്കൂറിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 5:20 മുതൽ 7 വരെ എത്ര മണിക്കൂറുണ്ട്? 1 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. ഇനി ഇവർ ഒരു മണിക്കൂറിൽ 8 റൗണ്ട് ഒരു മണിക്കൂറിൽ, അപ്പോൾ എത്ര മിനിറ്റിൽ അവർ മീറ്റ് ചെയ്യും? ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പോൾ 60/8 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 7.5 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഓരോ 7.5 മിനിറ്റിലും ഇവർ മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 5:20 തൊട്ട് 7 മണി വരെ 1 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. 1 മണിക്കൂറിൽ ഇവർ 8 തവണ മീറ്റ് ചെയ്യും. അരമണിക്കൂറിൽ ഇവർ 4 തവണ മീറ്റ് ചെയ്യും. അപ്പോൾ 1 മണിക്കൂർ 30 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് 12 തവണ മീറ്റ്, പിന്നെ ഒരു 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റിൽ 7.5 മിനിറ്റ് ആകുമ്പോൾ ഒരു തവണ മീറ്റ് ചെയ്യും. അപ്പോൾ മൊത്തം 13 തവണയായിരിക്കും ഇവർ മീറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? 13 തവണയാണ് അവർ മീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും കുറച്ച് ഈസിയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഈ ഓരോ സാധനം ഇട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓരോ ഓപ്ഷനായിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ SPRQ ഇതാദ്യം നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 60, എസ് എന്ന് പറഞ്ഞാൽ എന്താ? എസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 15. അടുത്തത് P ആണ്. P എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, +3. അടുത്തത് R ആണ്. R എന്ന് പറഞ്ഞാൽ ഇൻറ്റു 20. ഫൈനലി Q എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, -4. ഇതെന്താ ആൻസർ വരിക നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യണം. 60 ഡിവൈഡഡ് ബൈ 15 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4 എന്ന് വരും. പ്ലസ് ഇത് ചെയ്യണം അല്ലേ? അടുത്തത് മൾട്ടിപ്ലിക്കേഷനല്ലേ ചെയ്യേണ്ടത്? 3 × 2 60 -4. അപ്പോൾ 64 - 4 60 എന്ന ആൻസർ വരിക. അപ്പോൾ ഇത് 20 വരണം. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഇനി ഓപ്ഷൻ ബി ഇട്ട് നോക്കിയേ. 60 അടുത്തത് ആദ്യം Q ആണ് വരുന്നത്. Q മൈനസ് ആണ്. 60 - 15. അടുത്തത് R ആണ്. R എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇൻറ്റു 3. അടുത്തത് P ആണ്. P പ്ലസ് ആണ്, +20. S എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്, ഡിവൈഡഡ് ബൈ 4. ആദ്യം ഡിവിഷൻ ചെയ്യണം. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 4 5 ആയി. 15 × 3 എന്ന് പറയുമ്പോൾ 45 ആയി. അപ്പോൾ 60 - 45 + 5 ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 60 + 5 ചെയ്താൽ 65 - 45 എന്ന് പറയുമ്പോൾ 20 തന്നെ ആൻസർ കിട്ടും. അപ്പോൾ ഇത് കറക്റ്റാണ്, 20 വരുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? ബി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രാം ഓവർടേക്സ് 2 persons X and Y വാക്കിംഗ് അറ്റ് ആൻ ആവറേജ് സ്പീഡ്. അപ്പോൾ ഒരു ട്രാം അല്ലെങ്കിൽ ഇതൊരു ട്രെയിൻ ഓവർടേക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ ഒരാൾ 3 km/h, ഒരാൾ 4 km/h പോകുന്നത് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ റിലേറ്റീവ് സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെയിം ഡയറക്ഷനിൽ പോകുമ്പം റിലേറ്റീവ് സ്പീഡ് എന്താ വരിക? സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്താ? മൈനസ് ആവുക ചെയ്യുക. അപ്പോൾ ഈ ട്രാമിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി V ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഫസ്റ്റ് ആളുടെ സ്പീഡ് 3. അപ്പോൾ ഫസ്റ്റ് ആളുടെ കേസ് എടുക്കുമ്പം V - 3 ആണ് എന്ത്? റിലേറ്റീവ് സ്പീഡ്. ഓക്കെ, V - 3, കാരണം സെയിം ഡയറക്ഷനിലാണ് സ്പീഡ്, നമ്മൾ മൈനസ് ചെയ്യണം. ഇനി നിങ്ങളൊരു കാര്യം നോക്കിയാൽ ഇത് സെക്കൻഡ്സിലൊക്കെയാണ് തന്നെ, ഇത് km/h. അപ്പോൾ km/h m/s ആക്കാൻ ഇൻറ്റു ഒരു 5/18 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. ദിസ് ഇസ് ഈക്വൽ ടു സ്പീഡാണ് നമ്മൾ എഴുതിയ റിലേറ്റീവ് സ്പീഡ് ഫസ്റ്റ് കേസിൽ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഒരു ട്രാം ഒരാളെ ക്രോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാമിൻ്റെ ലെങ്ത് തന്നെയാണ് അത് കവർ ചെയ്യുക. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ട്രെയിൻ അല്ലെങ്കിൽ ട്രാം വാട്ടവർ, ഇത് ഇയാൾ ഇങ്ങോട്ട് പോവാണ്, ഈ ട്രാം ഇങ്ങോട്ട്. എപ്പോഴാണ് ക്രോസ് ചെയ്യാൻ സ്റ്റാർട്ട് ആവുക? ഇയാളും ഈ ട്രെയിനും കറക്റ്റ് ഈ പൊസിഷനിൽ നിൽക്കും. എപ്പോഴാണ് ക്രോസ് ചെയ്ത് കഴിയുക? ട്രാം ഇതാ ഇങ്ങനെ എത്തി ട്രാമിൻ്റെ ബാക്ക് സൈഡ് ഇയാളുമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴാണ് ക്രോസ് ചെയ്ത് കഴിയുക. അതായത് ട്രാം എത്ര ദൂരം സഞ്ചരിക്കുന്നത് ക്രോസ് ചെയ്യാൻ? ട്രാമിൻ്റെ ലെങ്ത് തന്നെയാണ് സഞ്ചരിക്കുക. അപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് അപ്പോൾ ട്രാമിൻ്റെ ലെങ്ത് L ആണെന്ന് വിചാരിച്ചോ. L ബൈ ടൈം എന്താ? 8 സെക്കൻഡ്. സെക്കൻഡ് കേസിലോ V - 4 ആണ് അവിടുത്തെ റിലേറ്റീവ് സ്പീഡ്, ഇൻറ്റു 5/18 ഇസ് ഈക്വൽ ടു L/9 എന്ന് വരും. നമുക്ക് L ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷന് അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ 5/18 ഞാൻ കോമൺ എടുക്കുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. V - 3 - V - 4. V - 3 - V - 4. ദിസ് ഇസ് ഈക്വൽ ടു L/8 - L/9 ആയി. ഓക്കെ, അപ്പോൾ V - V ക്യാൻസൽ ആയി പോവും. -3 മൈനസും മൈനസും പ്ലസ് ആവും. -3 + 4 1 എന്നാവും. അപ്പോൾ ഇവിടെ 5/18 ഈസ് ഈക്വൽ ടു ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 9L - 8L ഡിവൈഡഡ് ബൈ 9 × 8 72. അപ്പോൾ 9L - 8L എന്ന് പറയുമ്പോൾ L/72 ആവും.
അപ്പോൾ ലെങ്ത് എന്താ 72 ഇങ്ങോട്ട് കൊണ്ടുപോവുക 72 × 5/18 18 × 4 ആണ് 72 4 × 5 അപ്പോൾ 20 മീറ്ററിന് വരും 20 മീറ്ററാണ് ട്രാമിൻ്റെ ലെങ്ത് എന്ന് കിട്ടും. അടുത്തത് വളരെ സിമ്പിൾ ഇൻ ദ സെൻസ് ഇത് UPSC PYQയിൽ ചോദിച്ച ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ്. 2023 UPSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ഒരു 9 ഡിജിറ്റ്, അതിൽ തന്നെ 9 ഡിജിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ആൻസർ 9 ആണ് കേട്ടോ. അപ്പോൾ ഒരു 9 ഡിജിറ്റ് നമ്പർ, ആ നമ്പറിൽ എല്ലാ ഡിജിറ്റും 1 ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. 1 1 1 1 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല. 23 അതുകൊണ്ടാണ് PYQs ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. PYQ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് PYQയിൽ വരുന്ന കോൺസെപ്റ്റ്സ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ നമ്പറും ഇതേ സെയിം നമ്പറും, അല്ലെങ്കിൽ ഈ നമ്പറിനെ സ്ക്വയർ ചെയ്തു, അതായത് ഈ നമ്പറിനെ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറിൻ്റെ എല്ലാ ഡിജിറ്റ്സിൻ്റെ സം എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 2023. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസിലൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്, പലരും ഡിസ്കഷൻസിലൊക്കെ പറയുന്നത് ഇതൊരു പാറ്റേൺ ആണ് അല്ലേ. 1 സ്ക്വയർ 1 ആണ്, 11 സ്ക്വയർ 1 2 1 ആണ്, 1 1 സ്ക്വയർ ആകുമ്പോൾ 1 3 1 2 3 2 1 എന്ന് വരും. അപ്പോൾ ഇവിടെ 3 1ൻ്റെ സ്ക്വയർ ആണെങ്കിൽ നടുവിലൊരു 3 ആണ് വരിക. ബാക്കി ഇങ്ങോട്ട് 2 1 2 1 ഇങ്ങോട്ട് വരും. 4 1 ആണെങ്കിൽ 4 1ൻ്റെ സ്ക്വയർ എടുത്താൽ 1 2 3 4 3 2 1 എന്നാണ് വരിക. അപ്പോൾ ഇത് എന്തിൻ്റെ സ്ക്വയർ ആയിരിക്കും? ഇവിടെ നടുവിൽ 9 ആകുമ്പം 1 1 1 1 1 1 1 1 1ൻ്റെ സ്ക്വയർ ആയിരിക്കും. എന്ന് വെച്ചാൽ 9 9 ഉള്ള നമ്പറിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ എന്താ? ഇതാണ് 9 ഡിജിറ്റ് ഉണ്ട്. എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ 9 ഡിജിറ്റ് ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പം നമ്മളിനി ബാക്കി ഹാഫ്, ഇപ്പോൾ ഒരു ഹാഫ് ആണ് കഴിഞ്ഞത്, 40ാമത്തെ ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞു. നെക്സ്റ്റ് ഹാഫ് ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി.